السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. صدق الله مولانا العظيم. ബഹുമാനനിറങ്ങൾ നിറഞ്ഞ സാദാത്യങ്ങളെ, അലമാക്കളെ, പ്രിയങ്കരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സംഘാടകരെ, ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു സദസ്സായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇൽമിന്റെ മജ്ലിസുകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ പരലോക ജീവിതം അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ദീനിനും സമുദായത്തിനും സേവനം ചെയ്യാനുള്ള സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ സന്നദ്ധത സർവശക്തനായ റബ്ബ് നമുക്ക് ഏവർക്കും കനിഞ്ഞേകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ എന്നും സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം പിശാച് വരുന്ന വഴികൾ എന്നതാണ്. പിശാചിനെ അറിയാത്തവരായി ആരുമില്ല. മനുഷ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് മുതലേ നമ്മോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് നമ്മുടെ കൂടെ ആ ആദം നബിയുടെ ജന്മം മുതൽ, അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഉള്ള, ഇന്നും ആ ശത്രുതയോടുകൂടെ നമ്മുടെ രക്തത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള ആളാണ് ഇബ്ലീസ് അല്ലെങ്കിൽ പിശാച് എന്ന് പറയുന്നത്. നമ്മുടെ കൂടപ്പിറപ്പ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഏത് സമയത്തും നമ്മുടെ കൂടെയുള്ള ഈ പിശാചിനെ അറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസിയായ ഒരു വ്യക്തിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. പിശാചിനെ അറിഞ്ഞു, പിശാച് ശത്രുവാണെന്ന് മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ നമ്മുടെ ജീവിതം പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മോചിതമായിക്കൊള്ളണമെന്നില്ല. പിശാചിന്റെ വഴികളെ കുറിച്ചൊക്കെ വിശദമായി മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള മഹാരഥന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാരൊക്കെ വളരെ സവിസ്തരം അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവന്റെ വലകൾ എന്തൊക്കെയാണ്, അവൻ മനുഷ്യരിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നിവയൊക്കെ വളരെ ഗഹനമായി വിശദമായി മുജല്ലദുകളൊക്കെ ചെലവാക്കിക്കൊണ്ട് മഹാന്മാരായ ഉലമാ വിശദീകരിച്ചത് ഈ ശത്രുവിന്റെ ഗൗരവം സമൂഹത്തെ പഠിപ്പിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യവർഗമേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ സന്ദേശം നൽകിയിട്ടില്ലയോ, അല്ലാ തഅബുദുശ് ശൈത്താൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങൾക്ക് വളരെ വ്യക്തമായ ശത്രുവാണ്. അല്ലാഹു പിശാചിനെ ശത്രുവായി പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് പിശാചിന്റെ അനുയായികളായി, അവൻ ആരാധിക്കുന്നവരായി നിങ്ങൾ തരം താഴരുത് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഈ പിശാചിനെ അല്ലാഹു ശപിച്ച രംഗങ്ങൾ ഖുർആനിൽ പലയിടങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സൂറത്തുകളിൽ, സൂറത്തുൽ അറാഫില്, സൂറത്തുൽ ഹിജ്റില്, സൂറത്തുൽ ഇസ്രായില്, സൂറത്തുൽ കഹ്ഫില്, സൂറത്തുൽ ബഖറയില്, ഇങ്ങനെ എവിടെയൊക്കെ ശരാശരി പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഖുർആനിലെ നമുക്ക് ഇബ്ലീസിനെ കുറിച്ച്, ഇബ്ലീസ് അഭിശപ്തനാവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചുമൊക്കെ അള്ളാഹു പല ആവർത്തി നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അല്ലെങ്കിൽ ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, ഫത്തഖിദൂഹു അദുവ്വ, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ശത്രുവായി കാണണം, ശത്രുവായി നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന രണ്ടാമത്തെ ഭാഗത്താണ്
നമുക്ക് ചർച്ച കൊണ്ടുപോകാനുള്ളത്. ആ ഭാഗത്താണ് നമ്മുടെ ഭാഗത്ത് വീഴ്ച ഉള്ളത്. നമുക്കൊക്കെ ഇബ്ലീസ് എന്ന് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞ് ശീലമുണ്ട്. ഇബ്ലീസ് നമ്മുടെ ശത്രുവാണെന്ന് പണ്ട് മുതലേ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചതാണ്. പക്ഷെ ആ ശത്രുവിനെ മിത്രമായി കൊണ്ടു നടക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു ജീവിത രീതിയാണ് നമ്മളൊക്കെ വർഷങ്ങളായി അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊരു മോചനം നമുക്കൊക്കെ ആവശ്യമാണ്. അതിനൊരു ചെറിയ ഉണർത്തൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതുതായി ഒന്നും ഈ വിഷയത്തില് ആർക്കും അറിയാത്തതായി ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാം അറിയുന്നതാണ്. ഒരു ഉണർത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്ന, അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോഴൊക്കെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയമുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇബ്ലീസ് പറഞ്ഞ ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയാണ്. എന്താണ് ഇബ്ലീസ് പറയുന്നത്? ഫബിമാ അഗ്വൈതനി, അല്ലാഹുവേ നീ എന്നെ ഏതായാലും പിഴച്ചവനാക്കിയ കാരണത്താൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാഷ്ടാംഗം ചെയ്യാൻ കൽപ്പിച്ചപ്പോ അതിനെന്നെ കിട്ടില്ല എന്ന് ധിക്കാരപൂർവ്വം പറഞ്ഞത് കൊണ്ടാണല്ലോ പിശാച് അഭിശപ്തനായത്, മൽഊനായത്, ശപിക്കപ്പെട്ടവനും ആട്ടി ഓടിക്കപ്പെട്ടവനൊക്കെ ആയത്. അപ്പൊ അതുകൊണ്ട് ഈ കുലം ആണ് എന്നെ യഥാർത്ഥത്തിൽ നരകാവകാശിയാക്കിയത്. അതുകൊണ്ട് ഈ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ മനുഷ്യ കുലത്തെയും ഞാൻ വെറുതെ വിടില്ല എന്ന ഒരു ഉറച്ച പ്രതിജ്ഞ ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ മറ്റൊരായത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഇവരെ മുഴുവൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നീ ഇഖ്ലാസ് നൽകി അനുഗ്രഹിച്ച ആളുകളെ അല്ലാതെ. അള്ളാഹു ഇഖ്ലാസ് നൽകി കുറച്ച് ആളുകളെ അനുഗ്രഹിക്കും, അവർക്ക് മാത്രമേ എന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് പിശാജ് ആദ്യമേ അള്ളാഹുവിനോട് ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിശാജ് പറയണം ലഅഖഉദന്ന ലഹും, ഞാൻ അവർക്ക് വേണ്ടി ഇരിക്കും. സിറാത്തകൽ മുസ്തഖീം, നിന്റെ മുസ്തഖീമായ നിന്നിലേക്ക് എത്തുന്ന ചൊവ്വായ വഴികളിലൊക്കെ ഞാൻ ഉണ്ടാവും. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, അവരങ്ങനെ പോകുമ്പോ ഞാൻ അവിടെ വായിൽ നോക്കി നിൽക്കല്ലേ ചെയ്യാം, മറിച്ച് അവിടെയൊക്കെ ഞാൻ ഇരിക്കും. സുമ്മ ലആതിയന്നഹും, പിന്നീട് ഞാൻ അവരുടെ അടുത്തേക്കൊക്കെ ചെല്ലും. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, പിന്നിലൂടെ, വഅൻ ഐമാനിഹിം, അവരുടെ വലതുവശത്തുകൂടെ, വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുവശത്തുകൂടെ ഒക്കെ, 4 ദിക്കിലൂടെയും ദിശയിലൂടെയും ഞാൻ അവരെ മാറി മാറി ഞാൻ പിഴപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ ശപഥം ചെയ്തുകൊണ്ടല്ല, ആതിയന്നഹും, സത്യം ചെയ്തുകൊണ്ട് പറയാം, ഞാൻ തീർച്ചയായും അതൊക്കെ ശ്രമിക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ, ഈ ആദമിന്റെ സന്തതികളിൽ അധിക പേരെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായി നിനക്ക് കാണാൻ സാധിക്കില്ല എന്ന് പിശാച് പറയുന്നു. അപ്പോ ഈ ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ശീലിച്ച ശീലങ്ങളിലൂടെ നിത്യജീവിതത്തെ തള്ളി നീക്കാനാണ് പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനും പിശാചും തമ്മിലുള്ള ആജന്മ ശത്രുത നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് തന്നെ ഏതൊരു മനുഷ്യന്റെ കൂടെയും പിശാചുണ്ടെന്ന്. വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ, ഏതൊരു മനുഷ്യന്റെ കൂടെയും അവനൊരു ഖരീനുണ്ട്, ഒരു പിശാചുണ്ട്, മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട. അപ്പോ സഹാബത്ത് ചോദിച്ചു, പുണ്യപ്രവാചകരെ അങ്ങയുടെ കൂടെയും ഇതുപോലൊരു ഖരീനുണ്ടോ, ഒരു ജിന്നിന്റെ, ഒരു മനുഷ്യന് മലക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായമുണ്ട്, ജിന്നിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദുർബോധനവും ഉണ്ട്. അപ്പോ ഈ ജിന്ന് എല്ലാ മനുഷ്യന്റെ കൂടെയും ഖരീനായിട്ട് അവന്റെ കൂടെ ഏത് സമയവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, വയ്യാക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കൂടെയും അങ്ങയുടെ കൂടെയും ഒരു പിശാചിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അതെ എന്റെ കൂടെയുമുണ്ട്, എന്റെ കൂടെയുമുണ്ട്. പക്ഷെ ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലം, ഒരു റിവായത്തിൽ അങ്ങനെ കാണാൻ സാധിക്കും. അള്ളാഹു എന്നെ സഹായിച്ചു, നബി തങ്ങളുടെ വ്യക്തിത്വം കൊണ്ട്, നബിയുടെ പവിത്രമായ ജീവിത രീതി കൊണ്ട് അള്ളാഹു നബി തങ്ങളെ സഹായിച്ചു. ആ പിശാചിനെ നബി തങ്ങൾക്ക് കീഴടക്കി കൊടുത്തു, മുസ്ലിം ആക്കി കൊടുത്തു എന്ന് കാണാൻ സാധിക്കും.
ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈറിൻ, അതുകൊണ്ട് പിശാച് എനിക്ക് ഖൈർ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. എന്റെ കൂടെയുള്ള കരീന് മുസ്ലിമാക്കി തന്നു അള്ളാഹു, അതുകൊണ്ട് അവന് എന്നോട് നന്മ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നബി തങ്ങളുടെ വ്യക്തിത്വം വളർന്നു. അത് മനുഷ്യന് സാധിക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. മനുഷ്യന് പിശാചിനെ കീഴടക്കാൻ സാധിക്കും. ഇന്ന ശൈത്താന, അപ്പോ പിശാച് നബിതങ്ങളുടെ അടുത്ത് പോലും ഒരു കരീന്, ജിന്നയിൽ നിന്നുള്ള ഒരു കരീനിനെ, ഒരു കൂടപ്പിറപ്പിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെ കൂടെയോ അതുണ്ട്. ഇതൊന്നുകൂടി അതിന്റെ ആഴം അല്ലെങ്കിൽ അതിന്റെ ഗാഢത, പിശാചും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗാഢത മനസ്സിലാക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. ഇമാം അഹ്മദും ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഷൈത്താൻ യജ്രി മിനൽ ഇൻസാനി, മനുഷ്യ ശരീരത്തിൽ അവൻ നടക്കും, മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ, അല്ലെങ്കിൽ രക്തം സഞ്ചരിക്കുന്ന പോലെ. രക്തം സഞ്ചരിക്കുന്നിടം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഏത് അവയവത്തിലും ചിന്തയിലും എല്ലാത്തിലും പിശാചിന്റെ രക്തത്തിന്റെ സാന്നിധ്യമുണ്ട്, രക്തസഞ്ചാരമുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ താല്പര്യം മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും, അവന്റെ ചിന്തയിൽ, അവന്റെ കണ്ണിൽ, അവന്റെ കാതിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ സഞ്ചാരത്തിൽ, അവന്റെ വിശ്രമത്തിലൊക്കെ ഏത് നിമിഷവും രക്തമുള്ളതുപോലെ തന്നെ പിശാചും ഉണ്ടാവും എന്നാണ് ഒരു താല്പര്യം. മറ്റൊന്ന്, രക്തം സഞ്ചരിക്കുന്നത് നമ്മൾ ഐച്ഛികമായ ഒരു ചലനമല്ല. നമ്മുടെ ശരീരത്തിൽ കൈയനക്കുന്ന പോലെ, കാലനക്കുന്ന പോലെ, കണ്ണനക്കുന്നത് പോലെയല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തസഞ്ചാരം നമ്മൾ നടത്തുകയല്ല. അത് അനൈച്ഛികമായി നമ്മൾ ആഗ്രഹിക്കാത്തതിന്റെ ശരീരം പമ്പ് ചെയ്ത് അതിനെ താഴോട്ടും മുകളിലോട്ടും ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്നും അതിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നമ്മൾ അറിയാതെയാണ്. എന്നതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നാം അറിയാതെ പിശാച് സദാസമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ താല്പര്യം എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയാം. നമ്മൾ അറിയാതെ രക്തസഞ്ചാരം പോലെ പിശാച് നമ്മുടെ ഓരോ സിരകളിലും ധമനികളിലും ചിന്തയിലും ഓരോ പൾസിലും പിശാചുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, പിശാച് സദാസമയത്തും ഫ്രീയാണ്. പിശാചില ഓവിയന്നഹും അജ്മഈൻ, ആരോടാ പറഞ്ഞത്? സർവശക്തനായ റബ്ബിനോടാണ് പറയുന്നത്. ഞാൻ എല്ലാവരും പഠിപ്പിക്കും. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നീ ഇഖ്ലാസ് നൽകിയ കുറച്ച് ആളുകളെ അല്ലാത്ത എല്ലാവരും ഞാൻ പഠിപ്പിക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ, അധിക ആളെയൊന്നും നിനക്ക് നന്ദിയുള്ളവരായിട്ട് കിട്ടൂല. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന എന്ന് പറഞ്ഞിട്ട് ആയത്തിലും പറയുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു നരകത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അനുയായികളായി മാറും ഒരുപാട് ആളുകൾ എന്ന ആയത്തിന്റെ താല്പര്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോ പിശാച് എല്ലാ സമയത്തും ഫ്രീ ആണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളൊരു ഒരു ലക്ഷ്യത്തിനാണ് നമ്മെ പടച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെ ആവട്ടെ മനുഷ്യരെ ആവട്ടെ ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലല്ലോ. നമുക്ക് ഭക്ഷണം വേണം, അപ്പൊ അതിനു വേണ്ടി കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, മറ്റു ഏർപ്പാടുകൾ, ജോലിയിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ നമുക്ക് ആനന്ദിക്കണം, കുടുംബമുണ്ട്, മറ്റു ഒരുപാട് കളി കാണണം, ഇങ്ങനെ ഒരുപാട് എന്തെല്ലാം നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സമയത്തെ നമുക്ക് ഒരുപാട് നമ്മുടെ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് മാറുന്ന ഒരുപാട് വിഷയത്തിൽ നമ്മൾ വ്യാപൃതരാണ്. എന്നാൽ പിശാചോ വളരെ ഫ്രീ ആണ്. അപ്പൊ പിശാച് വളരെ ഏത് സമയത്തും വളരെ ഫ്രീ ആയിട്ട് ഫുൾ ടൈം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മറക്കുന്ന ഒരുപാട് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് കൊണ്ടും പിശാച് നമ്മളെ സ്വാധീനിക്കാനും പിശാച് നമ്മളോടുള്ള പോരാട്ടത്തിൽ വിജയിക്കാനുമുള്ള സാധ്യത എപ്പോഴും മികച്ചു നിൽക്കണം. പിശാച് വിജയിക്കാനുള്ള സാധ്യത മികച്ചു നിൽക്കാൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പിശാചിന്റെ കളിപ്പാവകളായി അങ്ങനെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചിരിക്കുകയാണോ? അല്ല. മറിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു യുദ്ധമാവുമ്പോ പിശാചിനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ശത്രുവായി കാണണമെന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രു ആരാണ് എന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ കറമാണ്. അള്ളാഹു ആ മാന്യത അല്ലെങ്കിൽ ആ വിശാലത നമ്മോട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശത്രു ആരാണ്, അവനെ എങ്ങനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താം എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. നമ്മളൊരു സുജൂദ് ചെയ്യുമ്പോ, നമ്മൾ ഖുർആനിൽ ഒരു ആയത്ത് ഓതുന്ന സമയത്ത് നമ്മളൊരു സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദർഭത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ, ആദം നബിയുടെ ഒരു പുത്രൻ ഇബ്നു ആദം ഒരു സജദ ചെയ്താൽ, ഒരു സുജൂദ് ചെയ്താൽ പിശാച് മാറി നിന്ന് കരയും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അവൻ പറയും,
ആദമിന്റെ പുത്രന് ഒരു സുജൂദ് ചെയ്യുമ്പോ നീ സ്വർഗം കൊടുക്കുന്നു, ഈ ഒരു സുജൂദ് ഞാൻ ഒഴിവാക്കിയത് കൊണ്ട് ഞാൻ നരകത്തിന് അർഹനായി പോയല്ലോ എന്ന് പറഞ്ഞ് അവൻ ഖേദിച്ചു കൊണ്ടിരിക്കും. ആ ഖേദം പിശാചിനുണ്ട്. ആ ഖേദത്തെ അവൻ പ്രതികാരമായാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നെ നരകത്തിന് അവകാശിയാക്കിയ ഒരു കുലം, ആ കുലം ഒരിക്കലും അങ്ങനെ സ്വർഗത്തിൽ പോകണ്ട എന്ന് പിശാചിന്റെ വാശിയാണ്. അപ്പോ അതുകൊണ്ട് പിശാച് സദാസമയത്ത് ഉണർന്നിരിക്കുകയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു നമ്മോട് വലിയ കറമ് കാണിച്ചിട്ടുണ്ട്. പിശാചിന് ഒന്നാമതായി നിങ്ങളുടെ ശത്രു ആരാണ്, എന്റെ ലക്ഷ്യം എന്നിലേക്ക് എത്താനുള്ള വഴിയൊക്കെ പറഞ്ഞ ശൈത്താനലക്കും അദുവൻ, ഇബാദത്തിനാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു നിങ്ങളുടെ ശത്രു ആരാണ്, നിങ്ങൾ എന്നിലേക്ക് എത്താൻ ഒരു തടസ്സമില്ല, പക്ഷെ ശത്രു ഒരു ശത്രുവാണുള്ളത്, അത് പിശാചാണ്, അവന് നിങ്ങൾ കരുതിയിരിക്കണം. അപ്പൊ ആ ശത്രു എന്നേക്കാൾ ശക്തനാണോ, എന്നേക്കാൾ ഞാൻ ബലഹീനനാണോ, അതും അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. സൂറത്തുൻ നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന കൈദ ശൈത്താനി, പിശാചിന്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ കാന ലഈഫ, അതൊക്കെ ബലഹീനമാണ്. ഒരു യഥാർത്ഥ ഇഖ്ലാസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇഹ്സാനുള്ള അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ ലഈഫാണ്. അപ്പോ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുകയാണ്. നമ്മൾ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ, ഒരാളായിട്ട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ, ഒരു രാജ്യമായിട്ട് നേരിടുമ്പോഴാവട്ടെ, വ്യക്തികളാവട്ടെ, സമൂഹ കൂട്ടായ്മയാവട്ടെ, ഒക്കെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ശത്രുവിന്റെ കപ്പാസിറ്റി, അവന്റെ കപ്പാബിലിറ്റീസ് ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ പോയ എത്ര പോവും എന്നൊരു ലെവൽ ആദ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ മുഖ്ലിസീങ്ങളായ അടിമകളോട് അള്ളാഹു പറയാണ്, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാചിന്റെ തന്ത്രങ്ങളൊന്നും അത്ര വലിയ തന്ത്രങ്ങളല്ല, അതൊക്കെ ലഈഫാണ്. അപ്പൊ നീ വിജയിക്കും എന്ന കോൺഫിഡൻസ് അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ഇത് വലിയൊരു കാര്യം. ഒന്നാമതായി ശത്രു ആരാന്ന് കൃത്യമായി അള്ളാഹു നിർണയിച്ചു തന്നു. അതോടൊപ്പം ഈ ശത്രു പോയാൽ എത്ര പോകും, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തിനാണ് ഈ ചങ്ങാതി നമ്മുടെ പിന്നാലെ നടക്കുന്നത് എന്നും അള്ളാഹു എന്നെ പറഞ്ഞു. അവന്റെ ലക്ഷ്യം എന്താണ്, നിങ്ങളെ തോൽപ്പിക്കാൻ. ഏത് രീതിയിൽ തോൽപ്പിക്കലാണ്? അള്ളാഹു പറയാണ്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാചിന് ഏക ലക്ഷ്യമുള്ളൂ, നിങ്ങളൊക്കെ പഴപ്പിച്ച് അവന്റെ കൂടെ നരകാവകാശിയാക്കി തീർക്കണം. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ, ശത്രുവാണ്, അതുകൊണ്ട് ശത്രുവാക്കണം. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. വേറെ ഒരു പരാജയപ്പെടുത്തലും ഒന്നുമല്ല, അവസാനം നിങ്ങളെ നരകത്തിലേക്ക് കിട്ടണം. അപ്പോ അള്ളാഹു അവിടെ പറഞ്ഞ ആ വാചകം നമ്മൾ ഓർക്കുക, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ വകഫാ ബിറബ്ബിക വകീല. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയാണ്, ഇന്ന ഇബാദി, എന്റെ അടിമകൾ, എന്റെ കുട്ടികൾ, എന്റെ ആളുകൾ എന്നൊക്കെ പറയില്ല നമ്മള്. അത് അള്ളാഹു അതാണ് മുഖ്ലസീൻ എന്ന് പറയുന്നിടത്ത് മുഖ്ലിസീൻ എന്നല്ല, മുഖ്ലസീൻ എന്ന് പറഞ്ഞെടുത്ത് ചില മുഫസ്സിരീങ്ങളുണ്ട്. അള്ളാഹു ഇഖ്ലാസ് നൽകിയ ആളുകൾ, അതുകൊണ്ടാണ് മുഖ്ലസ് എന്ന പദം, ഇഖ്ലാസ് നൽകപ്പെട്ടവർ. അതുകൊണ്ടാണ് ഇന്ന ഇബാദി, എന്റെ അടിമകൾ. അത് അള്ളാഹു പ്രത്യേകം ഒരു ഇനായത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നൽകുകയാണ്. നമ്മൾ നന്നാവുമ്പോ, നമ്മൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോ, പിശാചിനെ ശത്രുവായി കണ്ടുകൊണ്ട് ജീവിക്കുമ്പോ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുകയാണ്. അതാണ് ഇന്ന ഇബാദി, എന്റെ അടിമകൾ. ലൈസ ലക അലൈഹിം സുൽത്താനുൻ, അവരുടെ മേൽ നിനക്കൊരു സ്വാധീനവുമില്ല. വകഫാ ബിറബ്ബിക വകീല, തങ്ങളോട് പറയാണ്, ഏറ്റവും വലിയ ഭരമേൽപ്പിക്കാൻ പറ്റിയ ആള് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ആണ് എന്ന് നിബിതങ്ങൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. അപ്പോ ആ ഇബാദിൽ പെടാനുള്ള മാർഗം എന്താണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അപ്പൊ പിശാച് ശത്രുവാണെന്ന് മനസ്സിലായി. ചില ആളുകൾക്ക് അള്ളാഹു രക്ഷ നൽകുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പൊ പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവന്റെ വഴികളെ പിന്തുടരാതിരിക്കുക എന്നുള്ളതാണ് വളരെ ബസീത്തായി നമുക്കറിയുന്നത്. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. പിശാച് ഏതെങ്കിലും ഒരു സുബൈക്ക് അല്ലെങ്കിൽ പ്രസവത്തിലാണ് പഴപ്പിച്ചാൽ പിന്നെ രക്ഷപ്പെടൂല, അങ്ങനൊന്നുമല്ല. ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലും പിശാച് ഇടപെടുന്നു. ഖുതുവാതിശ് ശൈത്താൻ, ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളിലും പിശാച് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ, ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിശാച് നിങ്ങളെ പഴപ്പിക്കും. അതുകൊണ്ട് പിശാചിന്റെ ഓരോ കാൽവെപ്പിലും നിങ്ങൾ ഉണർന്നുകൊണ്ട് കാൽവെപ്പ് നടത്തണം എന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അപ്പോ അത് മറിയം ബീവി ജനിക്കുന്ന സമയത്ത് എന്താണ്,
ഇന്നി ഉഈദുഹാ ബിക വദുർരിയ്യതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന് മറിയം ബിയുടെ മാതാവ് ദുആ ചെയ്തു. ഈ കുഞ്ഞിനെയും ഈ കുഞ്ഞിൽ നിന്ന് ജനിക്കുന്ന സന്തതിയെയും അള്ളാഹുവെ പിശാചിന്റെ ശർറിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയില് ബാങ്കും ഇടത്തെ ചെവിയില് ഇഖാമത്തും കൊടുക്കുന്നു അല്ലെ? ആ ബാങ്കുന്റെയും ഇഖാമത്തിന്റെയും നിസ്കാരമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന മയ്യിത്ത് നിസ്കാരം. അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല എന്നൊക്കെ ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഈ പിശാചിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് നടത്തുന്ന ആദ്യത്തെ ആ ബാങ്ക്, ആ ഇഖാമത്ത് ഒരു ബാങ്ക്, അതുപോലെ തന്നെ ജീവിതം വളരെ ചെറുതാണ് എന്നതിനും ഉദാഹരണമായിട്ട് ഈ സംഭവം പറയാറുണ്ട്. ആദ്യം കൊടുത്ത ആ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിന് നമ്മളൊരു ബാങ്ക് ഇഖാമത്തും കൊടുത്താൽ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കാരം നടത്താൻ എത്ര സമയം ഉണ്ടാവും? വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. എന്നതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ കൊടുക്കുന്ന ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ് അവന്റെ പേരിൽ നിസ്കരിക്കുന്ന മയ്യിത്ത് നിസ്കാരം, ഈ മയ്യിത്ത് നിസ്കാരത്തിന്റെ ഇടയിലുള്ളതാണ് അവന്റെ ജീവിതം. അപ്പോ ജീവിതത്തെ വളരെ നശ്വരമായി, വളരെ അല്പായുസ്സുള്ള ഒന്നായി കാണണം എന്നതിന് കൂടി തെളിവായി അല്ലെങ്കിൽ ഒരു 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 സമാനതയായിട്ടൊക്കെ പല മഹാന്മാർ അങ്ങനെ ഉപമിക്കാറുണ്ട്. ഏതായാലും പറഞ്ഞു വന്നത് ഓരോ ഘട്ടത്തിലും അപ്പൊ മറിയം ബീവി ജന്മം മുതലേ അപ്പോ നമുക്ക് മാതൃകയായി പറഞ്ഞു തരാണ്. ജന്മം മുതലേ, ഒരു കുഞ്ഞിന്റെ ജന്മം മുതലേ പിശാചിന്റെ ഷറിൽ നിന്ന് കാവലിനെ ചോദിച്ചു തുടങ്ങണം. ഇവിടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു നമ്മളൊക്കെ ഓരോരുത്തരുടെ മക്കളാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അവൻ വലുതായി എങ്ങനെയും കിതാബൂതി നേരായിക്കോട്ടെ എന്നല്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ടത്. എന്റെ മോൻ, അള്ളാഹുവെ എനിക്ക് നീ നൽകുന്ന മകനെ നീ പിശാചിന്റെ അടിമയാക്കരുത്, നിന്റെ അടിമയാക്കണം എന്ന താല്പര്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നല്ല ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് നല്ല തറവാടുള്ള ദീനീയായ ഭാര്യയെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ നസ്ലിന് വേണ്ടിയാണ്. നല്ല മക്കൾ നമുക്ക് ജനിക്കണം. നിന്നെ പേടിക്കുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിന്റെ മാർഗത്തില് യുദ്ധം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന് ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ഫളുഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള ആളുകളെ നോക്കി നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ബന്ധപ്പെടുന്ന സമയത്ത് ചെല്ലുന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് നല്ല പേരിടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് മധുരം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. കുട്ടിയുടെ വലത് ചെവിയില് ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ, ജീവിതത്തിന്റെ ആദ്യ കാൽവെപ്പുകളിൽ തന്നെ കൃത്യമായി പിശാചിന്റെ ഷർറിൽ നിന്ന് കാവലിനെ ചോദിച്ചുകൊണ്ടാണ് ഓരോ കുഞ്ഞിനെയും അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ മുഅ്മിനോട് ഉപദേശിക്കുന്നത്. മുഅ്മിൻ അങ്ങനെ ഒരു കടപ്പാടുണ്ട്. പിശാചിൽ നിന്ന്, ആ ശത്രുവിൽ നിന്ന് കാവലിനെ ചോദിച്ചിട്ടാവണം ഒരു കുഞ്ഞു ഭൂമിയിൽ പിറക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ താല്പര്യമാണത്. അതാണ് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ പിശാച് അവസാനം ആരൊക്കെ അവനെ പിൻപറ്റിയോ അതൊക്കെ നാളെ നരകത്തിൽ അവൻ കടക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖാല ശൈത്താനു ലമ്മാ ഖുളിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅവ്തുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമു അൻഫുസകും. അന്ന് പിശാച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളോട്, പിശാചിനെ പിൻപറ്റിയ ആളുകളോടൊക്കെ പറയും, നിങ്ങളെ ഞാൻ പായിപ്പിച്ചതൊന്നല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഫസ്തജബ്തും ലി, നിങ്ങൾ എന്റെ വിളിക്ക് ഉത്തരം നൽകി. ആരെങ്ങളോട് പറഞ്ഞു എന്റെ വിളി കേൾക്കാൻ എന്ന് പിശാച് അവിടെ. അതുകൊണ്ട് ഫലാ തലൂമൂനി, എന്നെ നിങ്ങൾ ആക്ഷേപിക്കേണ്ട. വലൂമു അൻഫുസകും, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തെറ്റിനെ ആക്ഷേപിക്കാനുള്ളത് നിങ്ങളുടെ ശരീരങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ സ്വയം തീരുമാനങ്ങളാണ് നിങ്ങളെ കുഴിയിൽ ചാടിച്ചത്. മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെയോ ഈ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നൊക്കെ കൃത്യമായി പിശാച് ഓരോ അവനെ പിൻപറ്റിയ ആളുകളോടും പറഞ്ഞ് ആ വളരെ നിസ്സഹായാവസ്ഥയാണ് പിശാചിനെ പിൻപറ്റിയ ആളുകൾക്ക് വരാനുള്ളത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ പച്ചയായിട്ട് പറയണം. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ ശത്രുവായി കാണലും അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞെന്ന നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ ഇപ്പൊ പിശാചിനെ രക്ഷപ്പെടാൻ ചിന്തിച്ച് കുറെ ടെൻഷൻ അടിക്കാനൊന്നും പറയുന്നില്ല. ഇതിനൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. എന്താ രക്ഷപ്പെടാനുള്ള മാർഗം? അള്ളാഹുവിന്റെ ദിക്റിലായി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദിക്റിലായി ജീവിക്കുക എന്നതാണ് പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഗാഫിലായ ആളുകൾ, അവർക്ക് നുഖയ്യിദ് ലഹു ശൈത്വാനൻ, അവർക്ക് നാം ഒരു ശൈത്താനെ ഏൽപ്പിച്ചു കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, ആ ശൈത്താനായിരിക്കും അവന്റെ ഖരീൻ.
കുല്ല ഇൻസാനിൻ അൽസംനാ ത്വാഇറഹു ഫീ ഉനുഖിഹി വനഖ്റുജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറ എന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതൊക്കെ നാളെ പരലോകത്ത് അവന് വായിക്കാൻ സാധിക്കും. എന്നതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെ കൂടെയും അവന്റെ പിശാചുമുണ്ട്. ആ പിശാച് പ്രവർത്തിക്കാൻ സാധിക്കുക എപ്പോഴാണ്? ദിക്റില്ലാതാവുമ്പോഴാണ്. ദിക്റുള്ള ഹൃദയങ്ങളിൽ പിശാചിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ദിക്റിലേക്ക് മടങ്ങലാണ് പിശാച് വരുന്ന വഴികളിൽ നിന്ന് നമുക്ക് മോചനം നേടാനുള്ള, രക്ഷ നേടാനുള്ള മാർഗങ്ങൾ. പിശാച് വരുന്ന വഴികൾ ഏതാണ് എന്ന് മനസ്സിലാക്കലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ദൗത്യം. നമുക്കൊക്കെ അറിയാം, അറിയാത്തതല്ല ഇൻഷാ അല്ലാഹ്, അറിയുന്നത് തന്നെയാണ്. നമ്മള് വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവ്വൻ ബിഅസ ലിദ്ദാലിമീന ബദലാ. അള്ളാഹു ആ സൂറത്തിലൂടെ, സൂറത്തുൽ കഹ്ഫ് നമ്മൾ എപ്പോഴും ഓതുന്നവരാ, അതിലൂടെ അള്ളാഹു ചോദിക്കുന്നത് അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു, നിങ്ങൾ ഇബ്ലീസിനെയും അവന്റെ കൂട്ടാളികളെയുമാണോ ആക്കുന്നത്? ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ നിങ്ങളുടെ രക്ഷകരായി, നിങ്ങളുടെ ആളുകളായി പിശാചിനെയും അവന്റെ കൂട്ടുകാരെയാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ അതിന്റെ ഗൗരവമൊക്കെ പറയുന്നുണ്ട്. റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇന്ന ഇബാദി എന്ന അവസ്ഥയിലേക്ക്, അതായത് ദിക്റിലാവുമ്പോ മാത്രമേ പിശാചിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലാത്ത അവസരങ്ങളിലൊക്കെ പിശാച് നിങ്ങളിൽ കടന്നു കയറും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് പിശാച് വരാൻ സാധ്യതയുള്ളത് എന്ന വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. വെറും ഖുർആന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ചിന്തിച്ചാൽ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഖുർആനിലും ഹദീസിലും വന്ന ഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് കവർ ചെയ്യാം. ഒന്നാമത് പിശാച് വരുന്ന ഒരു സ്ഥലമാണ് ഖുർആൻ ഓതുന്ന സമയത്ത്. ഖുർആൻ ഓതുന്ന സമയത്ത് പിശാച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയാണ് വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറയാണ് ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കണം. പല നിലക്കും അവന്റെ പിന്തിരിപ്പ് ഉണ്ടാവാം. അവൻ പല നിലക്ക് പിന്തിരിപ്പിക്കും. ഓതിയാൽ അത് തെറ്റുണ്ടാവും, അതുപോലെ തന്നെ ഓതിയാൽ മറപ്പിക്കും. അതിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കാതെ വെറുതെ ഓഫിലായിട്ട് ഓതുന്ന അവസ്ഥ ഉണ്ടാക്കാം, അതിന്റെ ഹക്ക് പാലിക്കാതെ ഓതുന്ന അവസ്ഥയിലാക്കാം. ഇങ്ങനെ പല രീതിയിലും ചെയ്യുന്ന സൽക്കർമ്മത്തെ മുടക്കാൻ, ഒന്നിന് ഒരു ഹർഫിന് 10 കൂലിയുള്ള സംഭവമാണല്ലോ വിശുദ്ധ ഖുർആൻ, നമുക്കറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു വലിയ സൽക്കർമ്മത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ സൽക്കർമ്മമായ, അതായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന ആ വലിയ സൽക്കർമ്മം ചെയ്യുമ്പോ തുടക്കത്തില് എന്ത് ഓതണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിശാച് വരാൻ സാധ്യതയുണ്ട് ഖുർആൻ ഓതുമ്പോ. അപ്പോ ആ ഓതുന്ന സൽക്കർമ്മല്ല, അവിടെ ഉണ്ടോ പിശാച് എന്ന് വിചാരിക്കരുത്. അതിന്റെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഉണ്ടാവുന്നതാണ്. അത് പല വിഷയത്തിലുണ്ട്. പല വിഷയത്തിലും നല്ല സൽക്കർമ്മങ്ങളാണ്. ഏത് പല സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പിശാചിൽ നിന്ന് കാവലിനെ ചോദിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ പിശാച് കയറിക്കൂടുന്നതാണ്. പിശാചിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കണം. അപ്പൊ ഒന്നാമത് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പിശാച് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ സംഭവമാണ് ഉറക്കിക്കളയും. നമ്മളെ അതുവരെ നല്ല വർത്താനത്തിലും നല്ല ചിരിയും കളിയിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല മൂഡിലായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ച് ഓതാന്ന് വിചാരിച്ച് നമ്മൾ മുസാഹിഫ് ഇങ്ങനെ എടുത്തു വെച്ചാല് അപ്പൊ ഒരു പേജ് ഓതിയാല് അല്ലെങ്കിൽ 4 ആയത്ത് ഓതിയാല്, പ്രത്യേകിച്ച് സുബഹിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ വേറെ കുഴപ്പമുണ്ടാവില്ല. ഖുർആൻ എടുത്ത് ഓതിയാല് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തള്ളാരൊക്കെ പറയും, എന്താ അറിയില്ല, ഖുർആൻ എടുത്താ അപ്പൊ വരും ഉറക്കം. വളരെ സത്യമാണ്. കാരണം വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുമ്പോൾ പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കുകയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിനോട് കാവലിനെ ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു കാവലിനെ തരും. നമ്മളതൊരു ചടങ്ങിന് ഓതുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധ വേറൊരു, അതാണ് ഏതിനും ഇഖ്ലാസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിശാച് ആയിരക്കണക്കിന് വർഷങ്ങള്, നൂറ്റാണ്ടുകള് പല മഹാന്മാരെയും പഴപ്പിച്ച് അതിന്റെയൊക്കെ വളരെ അനുഭവ സമ്പത്തുള്ള ആളാണ്, ഏറ്റവും വലിയ എക്സ്പെർട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ പോലെ ലൈഫായ ആൾക്കാരെ പഴപ്പിക്കാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ അഴുതൊന്നും ഒരു അഴുതായിട്ട് അവന് തോന്നൂല നമ്മളത് വേണ്ടമാതിരി ചൊല്ലിയിട്ടില്ലെങ്കിൽ. അത് അഊദു ബില്ലാ അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു മിനശ് ശൈത്വാനിർ റജീം.
അഭിശപ്തനായ ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് എന്ന അഊദിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പടച്ചോനെ ഈ ശർറ് എനിക്ക് നൽകല്ലേ എന്നൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയാവണം നമ്മൾ ഖുർആൻ പാരായണത്തിലേക്ക് കടക്കേണ്ടത്. അതുപോലെ തന്നെ പല സൽക്കർമ്മം ചെയ്യുന്ന സമയത്തും അത് പിന്തിരിപ്പൻ ചിന്താഗതി വരും. നല്ല ഇപ്പൊ തന്നെ വേണ്ട, അല്ലെ പിന്തിപ്പിക്കാൻ തോന്നും, അല്ലെ ഇത്ര തന്നെ വേണ്ട. ഒരാൾക്ക് ഒരു 1000 രൂപ കൊടുക്കാൻ തോന്നുന്ന ഒരു ആവശ്യം വന്നു, അപ്പൊ നമുക്ക് തോന്നുക വെറുതെ എന്തിനാ ഇപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തിനാ 1000 കൊടുക്കണം, 500 കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കുക, ഇങ്ങോട്ടൊരു അടുത്ത മാസം 1000 തരുമെങ്കിൽ ഇവിടുന്ന് 1000 തരാം. ഇങ്ങനെ നമുക്കൊരു തടസ്സമില്ല 1000 ദിർഹം ഒരാൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ 1000 രൂപ ഒരാൾക്ക് കൊടുക്കാൻ. അപ്പൊ നമ്മളെ അതിൽ നിന്ന് വസ്വാസ് ഉണ്ടാക്കുക. അപ്പോ പിശാചിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നസ്ഗ്, ഒരു വസ്വാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അത് പിശാചിന്റെ ഭാഗത്ത് നാം തിരിച്ചറിയുകയും അങ്ങനെ മനസ്സില് ഈ ചാഞ്ചാട്ടം ഉണ്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെ പിശാചാണ് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിശാചാണ് കടന്നു വരുന്നത്. ചാഞ്ചാട്ടമുള്ള സമയം അത് പിശാചിന്റെ വഴിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലി വലതുകാലൊക്കെ വെച്ച് കയറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ബിസ്മില്ലാഹി എന്നൊക്കെ ചൊല്ലി നമ്മള് അതിന്റെ ആ മര്യാദയോടുകൂടിയാണ് വീട്ടിലേക്ക് കടക്കുന്നത് എങ്കിൽ പിശാച് പറയുമെന്നാണ് ലാ മബീത ലക്കും എന്ന് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാതെയാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ പിശാച് പറയും എന്താണ് ലാ മബീത ലക്കും വല അശ എന്ന് പറയും. നമ്മൾ ദിക്റൊക്കെ ചൊല്ലി ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ് വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ, അതല്ല നമ്മൾ അങ്ങനെയാണ് കയറി നമ്മൾ സാധാരണ ഭക്ഷണം വിളമ്പി അങ്ങനെയാണ് കഴിക്കുകയാണെങ്കിൽ അദ്റക്തുമുൽ മബീത വൽ അശ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് താമസവും കിട്ടിയിട്ടുണ്ട്, ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പിശാച് വളരെ സുഭിക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടില് എന്താണ് ഒരു സുഖം കിട്ടണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്കൊന്നും ഒരു ഉഷാറില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പുറത്തു പോയിട്ട് വാഴും എന്തെങ്കിലുമൊക്കെ കേട്ടൊന്ന് ഉഷാറായി വരാം, ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് കാരണം അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ വീട്ടിൽ കിടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അഹ്ലിഹാ, അതുപോലെ വീട്ടിലുള്ള ആളുകൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാ. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാ. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പറയും ലാ മബീത ലക്കും വല അശ, ഈ വീട്ടില് നമുക്ക് താമസിക്കാനും കൊള്ളൂല, ഇവിടുന്ന് ഭക്ഷണം കിട്ടൂല എന്ന് പിശാച് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും നമുക്ക് പിശാചിന്റെ ശർറ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പോകുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ പോകുന്ന കാര്യത്തെ സ്വീപ്പാക്കുക, അല്ലെങ്കിൽ നമ്മൾ പോയ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ പൊട്ടനാക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മളെ വഴി തെറ്റിക്കുക, ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം? നിബിധങ്ങൾ പറയാണ്, അങ്ങനെ പറഞ്ഞാൽ കുഫീത വഖീത വഹുദീത വതനഹ അൻഹു ശൈത്താൻ വയഖൂലു ലിശൈത്താനിൻ ആഖർ കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വഖിയ. ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഫീത, നിനക്കെല്ലാം അള്ളാഹുവിൽ നിന്ന് മതിയായവനായി തീരും. കുഫീത, എനിക്ക് കിട്ടേണ്ടതൊക്കെ അള്ളാഹു നൽകും. വഖീത, നിനക്ക് അള്ളാഹു സംരക്ഷണം നൽകും. വഹുദീത, നീ ഏതൊരു ലക്ഷ്യത്തിലേക്കാ പോകുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തും എന്ന് അള്ളാഹു ഗ്യാരണ്ടി നൽകണം. വതനഹ അൻഹു ശൈത്താൻ, പിശാച് അവനെ തൊട്ട് മാറി നിൽക്കും. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ചെല്ലണം, അല്ലെങ്കിൽ പോയ കാര്യം ചിലപ്പോൾ നടക്കൂല, അല്ലെങ്കിൽ വഴി തെറ്റും, അല്ലെങ്കിൽ ആക്സിഡന്റ് ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലാതെ പരീക്ഷണമായിട്ട് സംഭവിക്കാം. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് പിശാചിന്റെ ശർറ് ലഭിക്കാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ പിശാച് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ഓതിയിട്ട് വേണം നീ നിന്റെ ബെഡിലേക്ക് പോവാൻ. ഉറങ്ങാൻ കിടന്നാൽ വുളൂ എടുക്കണം, ആയത്തുൽ കുർസി ഓതണം. ഇങ്ങനെ ഒരുപാട് മര്യാദകൾ ഉറങ്ങുന്ന സമയത്തുണ്ട്, നമുക്കൊക്കെ അറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ലാ യഖറബന്നക ശൈത്താനു ഹത്താ തുസ്ബിഹ്,
ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നീ കിടന്നാൽ നേരം വെളുക്കുവോളം നിന്റെ അടുത്ത് പിശാച് വരികയില്ല. ദുസ്വപ്നങ്ങളോ അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകളോ ഒന്നും നീ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടന്നാൽ വരികയില്ല. നിനക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ സാധിക്കും, സുബഹിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും, ആ സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലാൻ നിനക്ക് സാധിക്കും. ഇവിടൊക്കെ ഇത്ര ഒരുപാട് അള്ളാഹു ഏറ്റവും കൂടുതൽ മനുഷ്യനിലേക്ക് അടുത്തു വരുന്ന സമയമാണ് രാത്രി സമയത്ത്. അള്ളാഹു ആരാണ് പ്രാർത്ഥിക്കുന്നത്, ആരാണ് തൗബ ചെയ്യുന്നത്, ആരാണ് പ്രയാസങ്ങൾ എന്നിലേക്ക് ഉയർത്തുന്നത്, ഞാനിതാ ഉത്തരം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെയുള്ള സ്വഹീഹായ ഹദീസുകളൊക്കെ ഉണ്ട്. രാത്രിയുടെ ഒരുപാട് നല്ല നല്ല സമയങ്ങൾ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു തൗഫീഖ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കൂടെ പിശാചിനെ കിടത്താതിരിക്കണം. നമ്മള് അതിന് ആയത്തുൽ കുർസി ഓതണം, വുളു എടുക്കണം, കിടക്കുന്ന സമയത്ത് ചെല്ലേണ്ടതൊക്കെ പിശാച് വരുന്ന സമയങ്ങളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും അവൻ അള്ളാഹുവിനെ അടുക്കാൻ പറ്റിയ സമയമാണ് അവൻ ഉറങ്ങിക്കഴിഞ്ഞാലുള്ള സന്ദർഭം, ഉറങ്ങുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം. അത്രത്തോളം ജീവിതത്തിന് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ വേറെ സമയമില്ല. ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ, ഏറ്റവും വിലായത്തിന്റെ ദർജയാവട്ടെ, ഇനി ഭൗതികമായ റിസ്ക് വിശാലമാവട്ടെ, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ഖിയാമുല്ലയിലും രാത്രിയിലെ പ്രാർത്ഥനയും സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുക്കലും ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊന്നും കൃത്യമായി പാലിക്കാതെ നമ്മൾ ഏതെങ്കിലും കേവലം ദുആ മജ്ലിസിലൊക്കെ അങ്ങനെ പങ്കെടുത്ത് അങ്ങനെ നടന്നതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നടന്നോളുന്നില്ല. ആ മജ്ലിസിന്റെ പുണ്യം നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആവണം. മുഅ്മിൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കുന്നവനാണ്. അപ്പോ അവൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ശീലിച്ചാൽ തന്നെ അവന്റെ ഒരുപാട് പ്രയാസങ്ങൾ, അവന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ, അവന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ ഒക്കെ അല്ലാഹു ഉയർത്തിക്കളയും. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ചിലതിന്റെയൊക്കെ മരുന്ന് വളരെ നിസ്സാരമാണ്. ഈ മരുന്നുകൾ നമ്മൾ പ്രയോഗിക്കാത്തത് കൊണ്ടാണ് അതിലും വലിയ മരുന്നുകളെയും പല ആളുകളെയൊക്കെ നമ്മൾ തേടിപ്പോയിട്ടും പലപ്പോഴും കാര്യം നടക്കാതെ വരുന്നത്. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം ഒരുപാട് ദിക്റുകൾ ചെല്ലാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നേരം വെളുത്താലും വൈകുന്നേരം ആയാലും ചെല്ലാൻ പറ്റിയ ദിക്ർ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി റബ്ബ കുല്ലി ശൈഇൻ വമലീക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി അശ്ശൈത്വാനി വശറകിഹി വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജ്റഹു ഇലാ മുസ്ലിം എന്ന് ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും അള്ളാഹുവിന്റെ മഹത്വവും ഒക്കെ വിളിച്ചോതിക്കൊണ്ട് ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. എന്നിട്ട് സ്വന്തം നഫ്സിന്റെ ഷർറിനെ തൊട്ടും പിശാചിന്റെ ഷർറിനെ തൊട്ടും എന്റെ നഫ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വല്ല ബുദ്ധിമുട്ടോ വരുത്തുന്നതിനെ തൊട്ടൊക്കെ കാവലിനെ ചോദിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ പ്രഭാതവും പ്രദോഷവും ഒക്കെ തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കാം. അത് ശൈത്താൻ വരുന്ന സമയങ്ങളാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ ഏറ്റവും വിജയത്തിന്റെ പ്രധാന സന്ദർഭങ്ങള് കണക്ട് ചെയ്ത് കിടക്കുന്നത് പ്രഭാതവും പ്രദോഷവുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരമുള്ള സമയങ്ങളിൽ പിശാച് കടന്നു വരുന്ന സമയങ്ങളാണ്. ആ സമയത്തുള്ള ദിക്റുകൾ പതിവാക്കുക. പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്കൊക്കെ ഒരുപാട് ഹസ്നുൽ മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സഹീഹായ ഹദീസുകളിൽ വന്ന ദിക്റുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെ നമ്മൾ വാങ്ങിക്കുക, ജീവിതത്തിൽ പകർത്തുക. അതൊക്കെ ഇപ്പോഴല്ലെങ്കിൽ കേവലം നമ്മൾ വെറും അത് കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറരുത്. നമ്മുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ വേണം. നമ്മൾ സ്ഥിരമായി വിറുതുകൾ പാലിക്കുന്നവരാവണം. ചില മഹാന്മാരൊക്കെ പറയാറുണ്ടല്ലോ, മല്ലം യകുല്ലഹു വിർദുൻ ഫഹുവ ഖിർദുൻ. വെറുതില്ലാത്തവൻ ഖിർദാണ്. അല്ലെങ്കിൽ അവനിങ്ങനെ ആളുകളിട്ട് തട്ടിക്കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കാര്യങ്ങളുടെ വില അറിയാത്തവനെ പോലെയാണ് ആര് ഖിർദ്. ഒരു കുരങ്ങെന്ന് പറഞ്ഞാൽ ഒന്നിന്റെയും വില അറിയില്ല, അല്ലെങ്കിൽ സമയം ഇങ്ങനെ വേണ്ടതിലും വേണ്ടാത്തതിലും ചെലവഴിക്കാം. അതാണ് മല്ലം യകുല്ലഹു വിർദുൻ ഫഹുവ ഖിർദുൻ എന്നൊക്കെ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ അതുപോലെ പിന്നെ പിശാച് കടന്നു വരുന്ന മറ്റൊരു സമയമാണ് നമുക്കൊക്കെ അറിയാം, ബാത്റൂമിൽ പോകുമ്പോ. ബാത്റൂമിൽ പോകുക പറയുമ്പോൾ നമ്മുടെ ഔറത്ത് വെളിവാവുന്ന സന്ദർഭമാണ്. ഈ ഔറത്ത് വെളിവാവുന്ന ഈ സന്ദർഭത്തില് ബാത്റൂമുകളിൽ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ജിന്നിന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ജിന്നുകളുടെ കണ്ണിനെ മൂടിക്കെട്ടുന്നതാണ് ഈ ദുആ എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ബാത്റൂമിലും മറ്റൊക്കെ കയറുമ്പോൾ നമ്മൾ ചെല്ലുന്ന സാധാരണ ദിക്ർ, ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെയുള്ള പിശാചുകളുടെ, ആൺപിശാചിന്റെയും അല്ലെ, നമ്മള് എന്താണ് മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയുന്ന ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കാവല് ലഭിക്കണം തീർച്ചയായിട്ടും. അവരുടെ കണ്ണിലൊന്നും നമ്മളിങ്ങനെ നമ്മുടെ ഔറത്ത് സ്ഥിരമായി കാണുന്ന ഒരു സാഹചര്യം വരരുത്. അപ്പൊ അതിന് കണ്ണിനെ മൂടിക്കെട്ടുന്നതാണ് എന്ത്, ഈ ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയുന്ന ഈ ദുആ.
ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പിശാച് കടന്നു വരുന്ന മറ്റൊരു സന്ദർഭമാണ് ഇൻദൽ ഗളബി, ദേഷ്യം പിടിക്കുന്ന സമയത്ത്. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. പിശാച് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലെ? ദേഷ്യം പിടിക്കുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ, അല്ലാതെ രണ്ടാളെ അടിച്ച് തള്ളിടാൻ കഴിയുന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയതാണ്. ആ സമയത്താണ് പിശാച് നമ്മിലേക്ക് കയറി വരിക. ആ കയറി വരിക എന്ന് പറഞ്ഞത് നിയന്ത്രിക്കണമെങ്കിൽ നല്ല പവർ തന്നെ വേണം. അതിന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് ഒന്നാമത് പറയേണ്ടത്. എന്നിട്ട് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം, അല്ലെ? ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കണം, അതുപോലെ വുളൂ എടുക്കണം. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അതൊക്കെ പിശാചാണ് പിന്നെ അവിടെ സംസാരിക്കുക, നിങ്ങളല്ല. പലപ്പോഴും ദേഷ്യം പിടിച്ച് പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വലിയ വിള്ളലുകള്, ബന്ധങ്ങളെയൊക്കെ മുറിച്ചു കളയുന്ന, നമ്മുടെ നിലവാരം തന്നെ എന്നേക്കും വളരെ താഴോട്ട് പോകുന്ന രീതിയിലൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് സംഭവിക്കും. ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്, പിശാചിൽ നിന്നുള്ളതാണ്. പിശാച് നമ്മിലേക്ക് കയറുന്ന ഒരു വഴിയാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ പിശാച് കയറി വരുന്നതാണ്. പിശാച് നിസ്കാരത്തിലടക്കം കയറി വന്നിട്ട് നമ്മളെ ഫിത്നയാക്കും. നമ്മളൊക്കെ അതിന്റെ അനുഭവസ്ഥരാണ്. അള്ളാഹു നമുക്കൊക്കെ ഇഖ്ലാസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നിസ്കരിക്കാൻ നിന്നാൽ എന്റെയും എന്റെ ഓത്തിന്റെയും അല്ലെങ്കിൽ എന്റെ നിസ്കാരത്തിന്റെ ഇടയിൽ പിശാച് വന്ന് കൺഫ്യൂഷൻ ആക്കുന്ന പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അത് ഖൻസബ് എന്ന് പറയുന്ന ശൈത്താനാണ്. അതുകൊണ്ട് ആ ശൈത്താനിൽ നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ച് ഇടതു ഭാഗത്തേക്ക് 3 തവണ നിനക്ക് തുപ്പിക്കഴിഞ്ഞാൽ, തുപ്പ് എന്ന് പറഞ്ഞാൽ തുപ്പലം വേണമെന്നില്ലല്ലോ, തുപ്പുന്നത് പോലെ ഇടതു ഭാഗത്തേക്ക് നമ്മൾ കാണിച്ചാൽ ആ പിശാചിന്റെ ശർറ് അതോടുകൂടി പോവും. നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ വസ്വാസ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ നമ്മള് രാത്രിയിൽ വല്ല ദുസ്വപ്നങ്ങളും കണ്ടാൽ അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അവിടെയുണ്ട്. അത് ദുസ്വപ്നല്ലേ, അതൊന്നും വരൂല എന്ന് പറഞ്ഞ് മാറായിക്കോ അങ്ങനെ ഉണ്ട്. അതിന് നമ്മൾ വിധി എഴുതാനല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കണ്ടാൽ ഇടത് ഭാഗത്തേക്ക് 3 തവണ തുപ്പട്ടെ, എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഫഇന്നഹാ ലാ തദുറുഹു, ആ ദുസ്വപ്നം കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും അവന് ബാധിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി മുസ്ലിം നമുക്ക് റിവായത്ത് ചെയ്തു തരാം. നമുക്കറിയുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്വാന വജന്നിബ് ശൈത്വാന മാ റസഖ്തനാ. അങ്ങനെ പറഞ്ഞാൽ അതിലുണ്ടാവുന്ന മക്കൾക്ക് പിശാചിന്റെ ശർറ് ഉണ്ടാവുകയില്ല എന്ന് മുത്തഫഖുൻ അലൈഹി മഹാനായ ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഓരോരുത്തര് മെസ്സേജ് അയക്കുന്ന കാരണം കട്ടായി പോകും. അതേപോലെ തന്നെ ഇൻദൽ ഫറാഗി മിനൻ നൗമി വഖബ്ല അൻ-നൗം, അല്ലേ? നമ്മള് ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഒക്കെ പിശാച് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ചില പ്രത്യേകതരം ജിന്നുകളുടെ ഷർറ് ഉണ്ടാവുന്ന സമയത്ത്, ജിന്ന് ഷർറ്, അതായത് പിശാച് എന്ന് പറയുന്നത് ജിന്നിൽ നിന്നുണ്ടാവുന്ന ഒരു വിഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ചില സമയത്ത് അല്ലാത്ത രീതിയിൽ തന്നെ നമ്മെ ഉപദ്രവിക്കും. നമുക്ക് തെറ്റ് തോന്നിപ്പിക്കുക എന്നുള്ളതിലപ്പുറം തീ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളുടെ രൂപത്തിലോ മറ്റൊക്കെ അല്പം പിശാച് ജിന്ന് നമ്മെ ഉപദ്രവിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാദിയിലേക്ക് ചെന്നപ്പോ, ഒരു താഴ്വരയിലേക്ക് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേക രീതിയിൽ തീ ഇങ്ങനെ കിടന്ന് മറിയാൻ തുടങ്ങി എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടി തോന്നി നബി തങ്ങൾ പിറകോട്ട് വന്നു. അങ്ങനെ പിറകോട്ട് വന്നപ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് അല്ലത്തി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ വമിൻ ശർരി മാ ഖലഖ വദറ വബറ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമിൻ ശർരി മാ യഅ്രുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർളി വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ശർരി ഫിതനിൽ ലൈലി വൻ നഹാരി വമിൻ ശർരി കുല്ലി താരിഖിൻ ഇല്ലാ താരിഖൻ യത്റുഖു ബിഖൈരി യാ റഹ്മാൻ എന്ന് പറഞ്ഞൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ പിശാചുകൾ ഉണ്ടാക്കിയ തീ കെട്ടടങ്ങി എന്ന് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. മരുഭൂമിയിലൊക്കെ ആൾ താമസമില്ലാതെ നൂറ്റാണ്ടുകളോളം ഒഴിഞ്ഞു കിടന്ന സ്ഥലങ്ങളിലൊക്കെ ജിന്നുകളുടെ താമസമുണ്ട് എന്നൊക്കെ മഹാന്മാരെ പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം രീതിയിൽ തന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഭൗതികമായ രീതിയിൽ തന്നെ ഷർറ്, ജിന്നിനെ കുറിച്ചൊക്കെ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന കേരളമാണ് നമ്മുടെ നാട്. അപ്പൊ അതൊക്കെ കേട്ട ആളുകൾക്ക് അറിയാം ജിന്ന് ആരാണെന്നുള്ളത്. ഏതായാലും അപ്പോ അതൊക്കെ നമ്മളെ ഷർറ് ചെയ്യുന്ന ആ സമയത്തും കാവലിനെ അതൊക്കെ പിശാച് വരുന്ന ഓരോ രീതികളാണ്. 2 രീതിയിലുള്ള പിശാചുണ്ട്. എല്ലാ മനുഷ്യരുടെ കൂടെയുള്ളതാണ് ഈ തെറ്റ് തോന്നിപ്പിക്കുന്ന പിശാച്. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഇങ്ങനൊന്നും ചെയ്യൂല, ഒരു ദിക്റും ഇല്ല, ഒരു സംഭവം ഇല്ല, ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, തോന്നിയ പോലെ ജീവിക്കും. അവരെ ചില ജിന്നുകൾ തന്നെ ഉപദ്രവിക്കാനായി അവരുടെ പിന്നാലെ കൂടും.
ചില ജിന്നുകളുടെ ഉപദ്രവം അവർ കേൾക്കും, അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ചില രീതിയിൽ അവർ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ കൂടെ ജിന്നുകളുടെ അസുഖം എന്നുള്ള രീതിയിൽ ചില ആളുകളിൽ അത് കാണാൻ സാധിക്കും, ചില ആളുകൾക്ക് അത് ബലമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെ മാറ്റാനുള്ള റുഖ്യ ശറഈയായ കുറെ മന്ത്രങ്ങള് വിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഓതിയാൽ ഒരു പരിധി വരെ അത് നീക്കാൻ സാധിക്കും, ഒരു പരിധി വരെ. രണ്ടാമത്തെ പരിധി അല്ലെങ്കിൽ അതിന്റെ മറ്റേ ഭാഗം ഈ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അയാൾ സ്വയം നന്നാവാനും അയാൾ സ്വയം ദിക്ർ ചൊല്ലാനും അയാൾ അങ്ങനെ ഒരുപാട് ദീനിയായ രീതിയിലേക്ക് തിരിച്ചു വരാം. അത് കേവലം ഒരു ചികിത്സ അല്ല. ഗുളിക കഴിച്ച് വെള്ളം കുടിച്ചാൽ മാറുന്നത് പോലെ മാറൂല ഇത്തരം രോഗങ്ങളൊന്നും. അതിന് ഈ മനുഷ്യൻ നന്നാവണം, ഈ മനുഷ്യൻ വിഭാഗത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി വരുമ്പോഴാണ് അത്തരം ചികിത്സകളൊക്കെ പൂർണ്ണമായി ഫലിക്കുകയുള്ളൂ. അല്ലാത്തതൊക്കെ താൽക്കാലികമായിരിക്കും. അത് വലിയൊരു പാപാണ്. അതുപോലെ തന്നെയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ പിശാച് വരാൻ സാധ്യതയുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ലൈറ്റ് അണക്കണം, അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ വീടിനകത്തേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് കണ്ണേറും മറ്റൊക്കെ സംഭവിച്ചപ്പോ, അവർക്ക് അസുഖം പിടിപെട്ടപ്പോഴൊക്കെ നബി തങ്ങൾ ദുആ ചെയ്തിരുന്നത് കേവലം ഇവരുടെ അസുഖം മാറ്റി കൊടുക്കുക റബ്ബേ എന്നല്ല, മറിച്ച് ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറിൽ നിന്ന്, പിശാചിൽ നിന്ന്, കറങ്ങി നടക്കുന്ന പിശാചിൽ നിന്ന്, അതുപോലെ മറ്റു ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, ഇവർക്ക് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അപ്പൊ കുട്ടികളെ പിശാച് ഉപദ്രവിക്കാം എന്നതിന് ഈ പ്രാർത്ഥന തെളിവാണ്. നബി തങ്ങളുടെ ദുആ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറിൽ നിന്ന്, കറങ്ങി നടക്കുന്ന പിശാചിൽ നിന്നൊക്കെ അള്ളാഹുവെ നിന്റെ പരിശുദ്ധമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പൊ അത് ഹഖാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഇതുപോലെ മന്ത്രിച്ചിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. മഹാനായ ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസിലാണ്. അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടിവെക്കുക, വാതിലുകൾ അടക്കുക, ഇതൊക്കെ നബി തങ്ങളുടെ ചര്യയാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ, ഇതൊക്കെ ചെയ്ത ആളുകളുടെ വീട്ടിൽ പിശാച് കടക്കുകയില്ല എന്നൊക്കെ സഹിഹായ ഹദീസിൽ കാണാൻ സാധിക്കും. വിശദീകരിച്ച് പറയാൻ സമയമില്ല. കടന്നിറങ്ങുമ്പോൾ വാതിലടക്കണം, ലൈറ്റ് അണക്കണം. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വിളക്കായിരുന്നു. അത് തീ പടരാനും മറ്റുള്ളതിനൊക്കെ ഭൗതികമായ സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ പിശാചിനോ അല്ലെങ്കിൽ മറ്റുള്ള പിശാചിന്റെ സാന്നിധ്യത്തിനൊക്കെ അതൊരു കാരണമാകും എന്ന് പണ്ഡിതന്മാർ പറയാണ്. ചില പണ്ഡിതന്മാർ അതിന്റെ ഭൗതികമായ അർത്ഥത്തിൽ മാത്രം അതിനെടുത്തവരും ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിച്ചു. എന്ന് വെച്ചാൽ കിടക്കുന്ന സമയത്ത് അത് അനാവശ്യമായിട്ട് കത്തുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എലിയോ മറ്റൊക്കെ അത് തള്ളിയിട്ടിട്ട് ചിലപ്പോൾ കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സാധ്യത ഇല്ലെങ്കിൽ കിടത്തേണ്ടതില്ല. അപ്പൊ അതിന് അത്രേ അർത്ഥമുള്ളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ സുന്നത്താണത് കിടക്കുന്ന സമയത്ത് എല്ലാം അണക്കണം എന്ന് സഹീഹായ ഹദീസിന്റെ ലാഹിർ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കിടക്കുന്ന സമയത്ത് വാതിലടക്കുക, കുട്ടികളെ മറ്റൊക്കെ വീടിനകത്തേക്ക് കടത്തുക, പാത്രങ്ങൾ മൂടി വെക്കുക, ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ സുന്നത്താണ്. അതൊക്കെ പിശാച് വരാൻ സാധ്യതയുള്ള വഴികളാണ്. അതുപോലെ തന്നെ പിശാചിന്റെ ശർറ് ലഭിക്കാതിരിക്കാൻ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് ദിവസേന 100 തവണ ചൊല്ലുക. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ വളരെ ശക്തമായി പറഞ്ഞ ഹദീസാണ്. ഈ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹുവേ നീ ഏകനാണ്, നിനക്ക് പങ്കുകാരനില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാണ് സകല അധികാരവും സർവസ്തുതിയും നിനക്കാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും അതിശക്തനായ റബ്ബാണ് നീ എന്ന് ഒരു മനുഷ്യൻ 100 തവണ റബ്ബിനോട് പറഞ്ഞാൽ അതിന്റെ പുണ്യം, അതിന്റെ നേട്ടം എന്താണ്? കാനത് ലഹു അജ്റു 10 റിഖാബിൻ, 10 അടിമകളെ സ്വതന്ത്രമാക്കിയ പുണ്യം അവനുണ്ട്. വകുതിബ ലഹു 100 ഹസനത്തിൻ, 100 സൽക്കർമ്മങ്ങൾ ചെയ്ത പുണ്യമുണ്ട്. വമുഹിയത് അൻഹു 100 സയ്യിഅത്തിൻ, 100 തിന്മകൾ അവനെ തൊട്ട് മായ്ച്ചു കളയപ്പെടും. മാത്രമല്ല നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം എന്താ? വകാനത് ലഹു ഹിർസം മിനശ് ശൈത്താൻ യൗമഹു ദാലിക ഹത്താ യുംസിയ, രാവിലെ അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ വൈകുന്നേരമാവുന്നത് വരെ പിശാചിൽ നിന്നുള്ള വലിയ സംരക്ഷണാണ്. തെറ്റുകൾ ചെയ്യാൻ തോന്നിപ്പിക്കൂല, നമ്മളൊരു വഴിക്ക് പോയാൽ സ്വീപ്പാവൂല, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലൊന്നും നമ്മളെ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥ വരൂല, നമ്മളുടെ തീരുമാനങ്ങൾക്ക് പക്വതയുണ്ടാവും. ഒരുപാട് വിഷയം
പിശാച് പല രീതിയിലും നമ്മുടെ നിലവാരം ഇടിച്ചു താഴ്ത്താൻ നോക്കും, നമ്മുടെ ഇജ്ജത്ത് തകർക്കാൻ നോക്കും, നമ്മുടെ പക്വത ഇല്ലാതെയാക്കാൻ നോക്കും, പല രീതിയിലും പിശാചിനെ നമ്മൾ ഇല്ലാതെയാക്കാൻ നോക്കും, കൊച്ചാക്കാൻ നോക്കും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കരുത്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ശീലിക്കേണ്ടതാണ്. പിശാചിനെ അറിയാന്ന് പറയുമ്പോൾ, പിശാചിന്റെ വഴികൾ അറിയാന്ന് പറയുമ്പോൾ അത് അറിയാന്ന് മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കൊണ്ട് എന്റെ നഫ്സിനോട് നിങ്ങളോടൊക്കെ എനിക്ക് സഹോദര ബുദ്ധി ഉപദേശിക്കാനുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശീലിക്കണം, ചെയ്യാത്ത ആളുകളോടാണ് പറയുന്നത്. അതുപോലെ തന്നെ പിശാചിന്റെ ഷർറ് ലഭിക്കുന്ന മറ്റൊരു ഷർറ് വരുന്ന, അല്ലെങ്കിൽ പിശാച് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണത്തിന്റെ സമയം. മരണത്തിന്റെ സമയം. ആ സമയത്ത് നമ്മൾ മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, പിശാച് ജീവിതകാലം മുഴുവൻ മനുഷ്യനെ പഴപ്പിച്ച് ചില അവസരത്തിലൊന്നും പിടിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ ചിലതിലൊക്കെ മുസ്ലിം വിജയിച്ചു, മുഅ്മിന് വിജയിച്ചു, ചിലപ്പോൾ പിശാച് വിജയിച്ചു, അങ്ങനെ 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 പോയിട്ട് അവസാനം നമ്മൾ പിശാച് വിചാരിക്കും എന്ത്, ഏതായാലും 10-70 കൊല്ലം അള്ളാഹുവെ നിനക്ക് സുജൂദ് ചെയ്തതല്ലേ, ഏതായാലും നീ കൊണ്ടേക്കോ, എനിക്ക് വേണ്ട എന്ന് പിശാച് പറയില്ല. അവസാന നിമിഷം ഇബ്ലീസ് എന്റെ കീഴിലായിട്ട് എന്നെ അംഗീകരിച്ചുകൊണ്ട് ഇവൻ മരിക്കണം എന്നാണ് തീർച്ചയായിട്ടും ഇവൻ ആഗ്രഹിക്കുക. എന്താണ് ഇവിടെ എഴുതിയത്? 100 പ്രാവശ്യമാണോ ചെല്ലേണ്ടത്? അതെ, 100 തവണയാണ് ചെല്ലേണ്ടത്. അപ്പോ മരണപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും പിശാച് വരും. അത് പല കോലത്തിൽ വരും. പല മഹാന്മാർക്ക് പോലും മുഫസ്സിരീങ്ങളായ, ആലിമീങ്ങളായ, മദ്ഹബിന്റെ ഇമാമീങ്ങളായ ആളുകൾക്ക് പോലും പിശാച് പല കോലത്തിലും രൂപപ്പെട്ടു അവരുടെ മുന്നിൽ പല ഉപദേശങ്ങളുമായി പല കോലത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചരിത്രം പറയാൻ സമയമില്ല. ആ സമയത്ത് പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ജീവിതകാലത്ത് തന്നെ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇത് പിശാചാണെന്ന് തിരിച്ചറിവ് നമുക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനത് തറദ്ദി വൽ ഹദ്മി വൽ ഖർഖ് വൽ ഹർഖ് വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. മരണസമയത്ത് പിശാചി എന്നെ ഇങ്ങനെ തപ്പിപ്പഴയിലാക്കുന്ന, ഞാന് ലക്ഷ്യം കാണാതെ തപ്പുന്ന, എന്താ നമ്മളിങ്ങനെ എവിടേക്കാണ് എന്താണ് ഒന്നും അറിയാതെ ഇങ്ങനെ ഖബത്തിലാവുക, ഒരു കൺഫ്യൂഷനിലായി തീരുക. ആ അവസ്ഥയിൽ നിന്ന് റബ്ബേ ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറൻ വഅഊദു ബിക അൻ അമൂത ലദീഗൻ. ഒരുപാട് പല വിഷയങ്ങളും പറയുന്ന ഒരു ദുആയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ പിന്തിരിഞ്ഞവനായിട്ടോ, അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളുടെയും കുത്തേറ്റിട്ടോ, വിഷജന്തുക്കളുടെ കുത്തേറ്റിട്ടോ, തീപിടുത്തത്തിലോ, മുങ്ങിമരണത്തിലോ, ബിൽഡിംഗ് തകർന്നിട്ടോ ഒന്നുമുള്ള മരണം എനിക്ക് നീ വരുത്തല്ല റബ്ബേ എന്ന നബിതങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അതിൽ നബിതങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുന്നു. എന്ത്? പിശാച് മരണസമയത്ത് എനിക്ക് വഴി കാണാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എനിക്ക് നീ വരുത്തല്ല റബ്ബേ. നബിതങ്ങൾ പോലും ആ രംഗത്തെ പേടിച്ചിരുന്നു, കാവലിനെ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെ ചിരിച്ചു കളിച്ച് നമ്മളൊക്കെ പ്രവർത്തകരാണ്, സംഘടനയുടെ തണലിൽ ആ ശീതള ചായയിൽ നമ്മളൊക്കെ സംതൃപ്തിയിൽ ജീവിക്കുമ്പോഴും പടച്ചവനെ എന്റെ ആഖിറം, എന്റെ ആഖിബത്ത് എന്ന ചിന്ത, ഞാനും പിശാചും തമ്മിൽ ഏത് രീതിയിലാണ്, ശത്രുതയിലാണോ, സ്നേഹത്തിലാണോ എന്ന് നമ്മളൊക്കെ ആലോചിക്കണം. പിശാചിനെ ശത്രുവായി കണ്ടിട്ടില്ലെങ്കിൽ ഓരോ നിമിഷത്തിലും, ഓരോ ഖതവാത്തിലും, ഓരോ ഖുത്വത്തിലും ഒക്കെ നമ്മൾ എന്ത്, പിശാചിന്റെ ശത്രുവാണ് എന്ന ബോധം, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാചിനെ ശത്രുവാക്കണമേ എന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശത്രുവായി കണ്ടില്ലെങ്കിൽ മരണസമയത്ത് അവൻ വിടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്തിനെ നന്നാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറയില്ലാതെ നിസ്കരിക്കുന്ന ആൾക്കും പിശാച് വരുന്നതാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ സുന്നത്താണല്ലോ, മുന്നിൽ ഒരു മറ വേണം അല്ലെ? ഒരു മറയില്ലാതെ ഒരു തൂണോ അല്ലെങ്കിൽ ഒരു വടിയോ അല്ലെങ്കിൽ ഒരു മുസല്ലയോ അല്ലെങ്കിൽ ഒരു വരെയെങ്കിലും ഉണ്ടായിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. അങ്ങനെയൊന്നുമില്ല. നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരത്തിന്റെയും അവന്റെ ഇടയിൽ പിശാച് അവന് ശർറ് ചെയ്തുകൊണ്ടിരിക്കും. അത് പിശാച് വരുന്ന വഴിയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ പിശാച് വരാൻ സാധ്യതയുണ്ട്. ഹിജ്റ പോകുമ്പോൾ പിശാച് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ നിന്ന് കുടിച്ചാൽ നിങ്ങളുടെ കൂടെ പിശാചും കുടിക്കും. ഒരാൾ നിന്ന് കുടിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അങ്ങനെ നിന്ന് കുടിക്കല്ലേ? അപ്പൊ ആ സഹോദരൻ ചോദിച്ചു നബി തങ്ങളോട്, അതെന്തുകൊണ്ടാണ് നബി അങ്ങനെ പറയുന്നത്? അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നീ കുടിക്കുന്ന അതേ വെള്ളം ഒരു പൂച്ചയും നിന്റെ കൂടെ കുടിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതില്ല, ഞാൻ കുടിക്കുന്നത് ശുദ്ധമായ വെള്ളം എനിക്ക് സ്വന്തമായി കുടിക്കുന്നതാണ്, വേറെ പൂച്ച കുടിച്ച വെള്ളം ഞാൻ കുടിക്കൂല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ഖദ് ശരിബ മഅക മൻ ഹുവ ശർറും മിൻ, എന്നാൽ ആ പൂച്ചയേക്കാളും ഷർറായ ശൈത്താൻ നിന്റെ കൂടെ കുടിക്കും നീ നിന്ന് കുടിച്ചാൽ. അതുകൊണ്ട് ഇരുന്ന് വെള്ളം കുടിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ പിശാച് ശരീരത്തിൽ കയറാൻ ഒരുപാട് വഴികളുണ്ട്. അതിലൂടെയൊക്കെ പിശാച് നമ്മുടെ കൂടെ കയറും. അപ്പൊ നമുക്ക് ഇബാദത്തിന് താല്പര്യം പോകും. നമ്മള് നിസ്കരിക്കുമ്പോ ഉസ്താദ് ഇഖ്ലാസ് കിട്ടണില്ല,
അല്ലെങ്കിൽ എന്താ ചെയ്യസ്താതെ എന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് പറയാറുണ്ട് നിസ്കരിക്കാൻ നിന്നാല്. അപ്പൊ അതിന്റെ കാരണം വെറും നിസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. നമ്മൾ ബാങ്ക് കൊടുത്തത് മുതൽ, ഉളു എടുത്തത് മുതൽ, നിസ്കാരത്തിന് വിളിച്ച ആ സന്ദർഭം മുതൽ നമ്മുടെ ചിന്ത റബ്ബിലേക്ക് പോകണം. ഒരുപാട് ഘടകങ്ങളുണ്ട്, വിശദീകരിച്ച് പറയാൻ സമയമില്ല. അതുപോലെ തന്നെ ഇടത്തെ കൈ കൊണ്ട് കുടിക്കുമ്പോ അത് പിശാച് അവന്റെ കൂടെ കുടിക്കുമെന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. പിശാച് എല്ലാം ഇടത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവനെ പോലെ അവന്റെ കൂടെ ചെയ്യരുത്, നിങ്ങളെല്ലാം വലത് കൈ കൊണ്ട് ചെയ്യണം എന്ന് ഹദീസ് സഹീഹായ സിൽസിലയിലൂടെ വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിശാച് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് അൽ ഖൽവത്തു ബിൽ മർഅത്തിൽ അജ്നബിയ്യ, അജ്നബിയായ അന്യ സ്ത്രീകളുമായി ഒറ്റക്കാവുക. നീയും ഒരു അന്യസ്ത്രീയും നമ്മളെ കൂടെ ഒരു അന്യസ്ത്രീയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒറ്റക്കാവുക. അങ്ങനെ ഉണ്ടായാൽ അവിടെ മൂന്നാമതായി പിശാച് ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് കടന്നു വരുന്ന സമയം നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടായതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഏത് വലിയ ആൾക്കും അടിപതറുന്നതാണ് പലപ്പോഴും ഇതുപോലുള്ള പിശാച് പെണ്ണിന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ. അവിടെ പലപ്പോഴും പല ആളുകൾക്കും അടിപതറാറുണ്ട്. അതുകൊണ്ട് അത്തരം രംഗങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് റസൂലുള്ളാഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദൂ മഹ്റമിൻ. മഹറമില്ലാതെ ഒരു സ്ത്രീ ഏകാന്തയായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ തനിച്ചാവരുത്. ഫഇന്ന സാലിസഹുമ ശൈത്താൻ, അവരുടെ കൂടെ മൂന്നാമനായി അവരുടെ കൂട്ടത്തിൽ ശൈത്താനും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി. പിശാച് കടന്നു വരുന്ന വഴിയാണ്. അതുപോലെ തന്നെയാണ് വീട്ടില് പലപ്പോഴും പിശാച് ഉണ്ടാവും. ഈ പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും വലിയ മാർഗം സൂറത്തുൽ ബഖറ ഓതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇന്ന ശൈത്താന ഇദാ സമിഅ സൂറത്തുൽ ബഖറത്തി തുഖറ ഖറജ മിനൽ ബൈത്തി അല്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പല രീതിയിലും ആ ഹദീസ് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാചിന്റെ ശർറ് ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ ഒരു വീട് താമസിക്കുമ്പോൾ ആദ്യമായി നമ്മളെ വീട്ടിൽ ചെല്ലാണല്ലോ. ആ വീട് പരപ്പണി തുടങ്ങിയത് മുതൽ, തറപ്പണി തുടങ്ങിയത് മുതൽ മാസങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ കിടക്കുകയാണ്. അത് ഏകാന്തമായി കിടക്കുന്ന ഒരു ആവാസം തന്നെയാണ്. നമുക്ക് താമസയോഗ്യമാവുന്നത് നമ്മൾ അതിന്റെ ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ്, പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ്, പെയിന്റ് ഒക്കെ അടിച്ച് റെഡി ആകുമ്പോഴേ നമ്മൾ താമസിക്കുന്നുള്ളൂ. അതുവരെ അവിടെ പിശാചിന് താമസിക്കാം, മറ്റു മൃഗങ്ങൾക്ക് താമസിക്കാം. അപ്പൊ അവിടെയൊക്കെ ഒരു ഷർറിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പല മഹാന്മാരും ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ ആദ്യമായി വീട്ടില് സൂറത്തുൽ ബഖറ ഓതണം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ സ്ഥിരമായി സൂറത്തുൽ ബഖറ ഓതണം. അതൊക്കെ മുജറബാത്താണ്. അങ്ങനെ ഓതി പിശാചിനെ പൂർണ്ണമായി നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തണം. ഇനി വല്ല ഷർറും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നിബിധങ്ങൾ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ സ്വയം ചെയ്തിട്ടും പിന്നെയും ഫലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും പോണ്ടതുള്ളൂ. നിബിധങ്ങൾ പറയാണ് അൽ ബഖറ ഓതുന്ന വീട്ടിൽ അത് മറ്റെല്ലാം ഓതാൻ മടിയായിരിക്കും, അല്ലെങ്കിൽ ആ വിഷയം അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോ നമ്മൾ അത്തരം പിശാചിനെയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് അൽ ബഖറ സ്ഥിരമായി മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക. നമ്മൾ സ്വയം ഓതി അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആൻ ഷിഫയാണ്. അത് വെറും മരുന്ന് പിടിച്ചാലുള്ള ചികിത്സ പോലെയുള്ള ചികിത്സ അല്ല, അതിലപ്പുറമാണ്. റുഹാനിയായ, ശൈത്താനിയായ, ജിന്നിയായ, ഇൻസിയായ, ബദനിയായ, റൂഹിയായ എല്ലാ മേഖലക്കും എന്തൊക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ചികിത്സയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ മരുന്നുണ്ടായിട്ട് നമ്മൾ മറ്റു മരുന്നുകളെ തേടിപ്പോകുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്, നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അൽ ബഖറ ഓതുക. നമ്മുടെ വീടിന് വേണ്ട ഏറ്റവും വലിയ സംരക്ഷണം അതാണ്. ഒരുപാട് ഹദീസിൽ അതിന്റെ പ്രാധാന്യം വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ആയത്താണല്ലോ നമ്മൾ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചെരുപ്പിട്ട് ധരിക്കുന്നത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ചെരുപ്പിട്ട് ധരിക്കുക, നടക്കുമ്പോ രണ്ട് ചെരുപ്പ് ഇടുക, അല്ലെങ്കിൽ രണ്ട് ഊര. ഒറ്റ ചെരുപ്പിൽ നടക്കൽ കറാഹത്താണ്. അതിന്റെ കാരണം പറയുന്നത് അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് ചില ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വീഴുന്ന ഭക്ഷണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീഴുന്നത്, നമ്മൾ സുപ്രയിലാവട്ടെ ടേബിളിലാവട്ടെ അതോ ഇനി താഴോട്ടാവട്ടെ, അത് വീണ് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കണം എന്നാണ്. അത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ നന്നായി ഊമ്പിയതിനു ശേഷം കയ്യിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ കഴിച്ച് നമ്മൾ കൈ കഴുകുന്നത് കേവലം ഒരു കഴുകൽ മാത്രമായി മാറണം. ഇന്നൊക്കെ പ്രത്യേകിച്ചും ആ ശൈലികളും ആ ശീലങ്ങളൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് മക്കള്, ചെറിയ കുട്ടികൾ കൈ കഴുകിയ നമ്മുടെ വാഷ് ബേസിൽ പോയാൽ അറിയാം, അവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങള് അത് നിലത്ത് വീണാൽ എടുക്കുക എന്ന് പറഞ്ഞാൽ വാഷ് ബേസിൽ എന്തും കൊണ്ടുപോയി കളയാന്നല്ലല്ലോ അതിന്റെ അർത്ഥം. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നിലത്ത് വീണാൽ, ഭക്ഷണത്തിൽ നിന്ന് വീണാൽ, ഫല്യുമിത് മാ കാന ബിഹാ മിൻ അദാ വല്യകുൽഹാ വലാ യദഅഹാ ലിശ്ശൈത്താൻ,
നബി തങ്ങൾ പറയാണ്, കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണാൽ അത് നിങ്ങൾ എടുക്കണം, അതിൽ നല്ല ചളിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയണം, വലിയ ഉക്കുൽഹ എന്നിട്ട് കഴിക്കണം, വല യഥാഹാലി ശൈത്താൻ, ശൈത്താന് വിട്ടുകൊടുക്കരുത്. അപ്പൊ നമ്മളെ വീട്ടില് കളയുന്ന ഭക്ഷണങ്ങള്, വീണു പോകുന്ന ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിക്കാൻ പിശാച് നമ്മുടെ കൂടെ വീട്ടിലുണ്ട് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സഹിഹ ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് വിരലുകൾ ഊമ്പിക്കൊണ്ട് വളരെ വൃത്തിയായ ഭക്ഷണം തുടച്ചു തിന്നുകൊണ്ട് നിലത്ത് വീഴുന്നതൊക്കെ കഴിക്കുക എന്നുള്ളതൊക്കെ പിശാചിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം കൂടിയാണ്. പിശാചിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം കൂടി. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കളയുമ്പോ കുറ്റുണ്ടല്ലോ എന്ന രീതിയിൽ മാത്രം അതിനെടുത്താൽ പോരാ. അത് നിലത്ത് വീഴുമ്പോ അത് കഴുകി കളയുമ്പോ അല്ലെങ്കിൽ വാഷ് ബേസിൽ അത് കിടക്കുമ്പോ നമ്മുടെ പൈപ്പുകളിൽ അതൊക്കെ അടിഞ്ഞു കൂടുമ്പോ അവിടെയൊക്കെ പിശാചിന്റെ സാന്നിധ്യമുണ്ട്, അത് പിശാച് കഴിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേവലം പൈശാചികമായ പ്രവർത്തനമാണെന്നല്ല പറഞ്ഞത്, അത് ശൈത്താനിന് വേണ്ടി വിട്ടുകൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പിശാച് കടന്നു വരാനുള്ള സാധ്യത. അതുപോലെ തന്നെയാണ് പിശാച് കടന്നു വരുന്ന ഒരു സംഭവമാണ് ഏത്? ധൃതി എന്ന് പറയുന്നത്. ധൃതിയുള്ള സാധനം വിഷയത്തിലൊക്കെ അവധാനത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്താണ്. അത്തഅന്നി മിനല്ലാഹ് വൽ അജലതു മിനശ് ശൈത്താൻ എന്നാണ്. ധൃതി, ആവശ്യമില്ലാത്ത ധൃതി. നമ്മൾ ആവശ്യത്തിന് ധൃതി പറഞ്ഞാൽ ചിട്ടയോടുകൂടി കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതിനല്ല ധൃതി എന്ന് പറയാം. ചില ആളുകൾ കൃത്യമായിരിക്കും, അതിന്റെ അർത്ഥം ആൾ ധൃതി ഉണ്ടെന്നല്ലല്ലോ, അയാൾ പങ്ക്ച്വലാണ്, കൃത്യനിഷ്ഠയുള്ള ആളാണ്, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് ഇസ്ലാമിന്റെ ശൈലിയാണ്. അതാണ് ഒരു കാര്യം ചെയ്യുമ്പോ ഏതൊരു കാര്യം ചെയ്യാണ്, അറിവാവട്ടെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അതിന്റെ ഏറ്റവും ഭംഗിയായി ആ വിഷയം ചെയ്യാന്നാണ്. വൈദാ ഫറഗ്ത ഫൻസബ്, ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും പിന്നെ അടുത്ത കാര്യത്തിന് വേണ്ടി നീ റെഡിയാവുക. അപ്പോ എപ്പോഴും കൃത്യമായി കാര്യങ്ങൾ തീർത്ത് അടുത്ത കാര്യത്തിന് വേണ്ടി റെഡിയായി എപ്പോഴും മനുഷ്യനൊരു സദാ സജ്ജമായ ഒരു മാനസികാവസ്ഥയിലും രീതിയിലുമാണ് അവന്റെ ജീവിതം ഉണ്ടാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് തഅന്നി എന്ന് പറഞ്ഞാൽ അതാണ്. ഒക്കെ അവധാനം, ഓരോന്നിനും എടുക്കേണ്ട സമയം, നിസ്കാരം കൃത്യമായ അതിന്റെ സമയവും ശുശ്രൂഷയൊക്കെ എടുത്തുകൊണ്ട് ചെയ്യുക. ഓരോ സൽക്കർമ്മങ്ങളാവട്ടെ, വീട്ടിലെ കാര്യങ്ങളാവട്ടെ, സംസാരമാവട്ടെ, എന്തെങ്കിലും കൊണ്ട് പറഞ്ഞ് സംസാരിച്ച് തീർക്കരുത്. പറയുമ്പോഴേ അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട്, ചെറിയവരോടാണെങ്കിൽ അങ്ങനെ, വലിയവരോടാണെങ്കിൽ അങ്ങനെ, ബഹുമാനിക്കേണ്ടവരോട് അങ്ങനെ. ഈ ധൃതി വരുമ്പോൾ ഒരുപാട് മാനേഴ്സ് ചിലപ്പോൾ മാറിപ്പോകും, അല്ലെങ്കിൽ മര്യാദകൾ നമ്മൾ പാലിക്കാതെ പോകും, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. കൽബിൽ നിന്ന് വരുന്നത് കൃത്യമായി എഡിറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അപ്പൊ അതുകൊണ്ട് ഈ അജലത്ത് എന്ന് പറയുന്നത് ശൈത്താന്റെ ഭാഗമാണ്, ഈ പിശാച് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് നമ്മള് കാര്യങ്ങളൊക്കെ പക്വതയോടുകൂടി ഒതുക്കത്തോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ പിശാച് ഉള്ള സ്ഥലങ്ങളാണ് നായ ഓരിയിടുന്ന, നായകളും അല്ലാതെ കരക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴുതകൾ കരയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ അത് കേൾക്കുമ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അതിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കണം, അത്ര ഷർറൊന്നും വരുത്തല്ല റബ്ബേന്ന്. നമ്മൾ ഏതെങ്കിലും വഴിയിലൂടെ പോകണം, ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് നായകൾ കുരക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിശാചിനെ കണ്ടതുകൊണ്ടാണ് അവർ കുരക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതുക. ഇങ്ങനെ ഇതൊക്കെ ഹദീസിലൂടെ വന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വാതിലുകൾ അടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്നൊക്കെ പറഞ്ഞു വാതിലടക്കുക. ഇതൊക്കെ സഹീഹ ഹദീസിന്റെ വെളിച്ചത്തിൽ വന്നതാണ്. ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ ഉജീഫ വദുകിറ സ്മുല്ലാഹി അലൈഹി. നബി അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് അടക്കപ്പെട്ട ഒരു വാതിലും പിശാച് വന്ന് തുറക്കൂല. അപ്പൊ നമ്മൾ കള്ളന്മാരൊക്കെ പേടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പൂട്ടുകൾ ഇടുമ്പോ ആ പൂട്ടുകൊണ്ട് മാത്രം നമ്മൾ ധൈര്യപ്പെട്ട് ജീവിക്കരുത്. അതോടൊപ്പം നമ്മൾ ദിക്റുകൾ കൊണ്ടുകൂടി പൂട്ടാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ദിക്റിനോളം, അള്ളാഹുവിന്റെ ഇസ്മിനോളം പവറുള്ള വേറൊന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു നിന്റെ അസ്മാവ് കൊണ്ട് സിഫാത്തിക്കൽ ഉല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. അള്ളാഹു നിന്റെ ഇസ്മുകൾ കൊണ്ട്, നിന്റെ സിഫത്തുകൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, ദുആ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഏറ്റവും പവറാണ്. അള്ളാഹുവിന്റെ പേരുകളുടെ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത്രത്തോളം പവറുള്ള വേറൊരു സാധനം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല. അപ്പൊ അതൊക്കെ അസ്മാഉൽ ഹുസ്ന പോലുള്ള ബിസ്മില്ലാ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അതന്നെ. അള്ളാഹുവിന്റെ നാമം കൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഏത് നാമവും ഉദ്ദേശിക്കപ്പെടാം. പിന്നെ അതുപോലെ തന്നെയാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ മൂക്ക് ചീറ്റണം. നമ്മള് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ സുന്നത്താണ്. അത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ശൈത്താൻ ഇരിക്കും എന്ന് സഹീഹായ ഹദീസിൽ വരുന്നുണ്ട്. അത് അവന്റെ മൂക്ക് എന്ന് പറഞ്ഞാൽ വെറും മണക്കാനോ അല്ലെങ്കിൽ വസ്തുക്കളുടെ മണമറിയാനുള്ള സാധനം മാത്രമുള്ളതല്ലല്ലോ. നമ്മുടെ ശ്വാസം, നമുക്ക് ജീവവായു പോകുന്നത്, കയറുന്നതും ഇറങ്ങുന്നതും മൂക്കിലൂടെയാണ്. അവിടെ മൂപ്പരാൾ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും
അയാളുടെ സ്വാധീനം നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാവും. അതുകൊണ്ട് മൂക്ക് ചീറ്റൽ എന്ന് പറഞ്ഞാൽ അത് വെറൊരു ക്ലീൻസിങ് പ്രോഗ്രാം മാത്രമല്ല, അതൊരു ശുദ്ധീകരിക്കൽ എന്ന ചടങ്ങിൽ അവസാനിപ്പിക്കരുത്, അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ മാത്രം കാണരുത്. അവിടെ പിശാച് അധിവസിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തയഖല അഹദുക്കും മിൻ മനാമിഹി ഫലയസ്തൻഫിർ സലാസൻ ഫഇന്ന ശൈത്താന യബീതു അലാ ഖൈശൂമിഹി. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഓരോ പോയിന്റുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മള് കോട്ടുവാ ഇടുന്നത് നമുക്ക് മടി വരുമ്പോ, ഉറക്കം വരുമ്പോഴേ, അല്ലെങ്കിൽ ഒരു കാര്യത്തോട് വിരസത തോന്നുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് എന്ത്, ഈ തസാഉബ് എന്ന് പറയുന്നത്, കോട്ടുവാ ഇടുന്നത്. തുമ്മുന്നത് പലപ്പോഴും നല്ല കാര്യമാണ്, പക്ഷെ അതേസമയം കോട്ടുവാ ഇടുന്നത് പിശാചിന്റെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അതുപോലെ കോട്ടുവ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അതല്ലാതെ നിങ്ങൾ അങ്ങനെ വാ തുറന്ന് അങ്ങനെ വിട്ടാല് ശൈത്താൻ അത് കണ്ട് ചിരിക്കുകയും ആ വായിലൂടെ അങ്ങനെ കയറുകയും ചെയ്യും എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. മനസ്സിലായ? തസാഉബ് വന്നാൽ തന്നെ പിടിച്ചു വെക്കണം എന്നാണ്. കോട്ടുവ വേണമെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും, അത് ഉറക്കത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴേ അല്പം പിടിച്ചാൽ കിട്ടാതുണ്ട്, പിന്നെ അടുത്തത് ഉറക്കമായിരിക്കും. ആ കോട്ടുവ കഴിഞ്ഞാൽ പിന്നെ ആളെ വിളിച്ചാൽ വിളിയേക്കൂല. അങ്ങനത്തെ അവിടേക്കൊക്കെ എത്താൻ നിൽക്കണ്ട, അതിനെ മുന്നേ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്തിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആദ്യം തന്നെ പിശാചിന് ഒരുപാട് വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അഊദുല്ല ബിസ്മില്ല ഒന്നുമില്ലാതെ നമ്മൾ ഒരുപാട് കോട്ടുവായിട്ട് പിശാച് ഉള്ളിൽ ഉഷാറായി നടക്കുന്നുണ്ടാവും, പിന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഇത് വരുമ്പോഴേ നിയന്ത്രിക്കുക. അഥവാ കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗത്തുകൂടെയൊക്കെ പിശാച് നമ്മുടെ കൂടെ കയറാൻ ശ്രമിക്കുന്നു നമ്മുടെ ഭക്ഷണത്തില്. അതുപോലെ ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ, ആ സമയത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിശാച് പോവും. ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ പിശാച് ആ പരിസരത്ത് നിന്ന് ഓടിപ്പോകും എന്നൊക്കെ ഹദീസിലുണ്ട്, അല്ലെ? പിന്നെ അപ്പൊ തന്നെ പിശാച് തിരിച്ചു വരുന്നതാണ്. ഇഖാമത്തിന്റെ നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ പിന്തിരിപ്പിക്കണം, ഒരുപാട് പണികൾ, പിന്നെ പിശാചിന് അവിടെ കിടക്കുകയാണ്. ബാങ്ക് കൊടുത്തോണ്ട് മാത്രം ആൾക്കാർ നേരാവില്ലാന്ന് പിശാചിന് അറിയാം. അപ്പൊ ആ സമയത്ത് അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഓടിപ്പോവും, പിന്നെ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ആളുകളെ ഫിത്നാക്കാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് നമ്മൾ, അതുകൊണ്ടാണ് ആ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതണം എന്നൊക്കെ മഹാന്മാര് പറയുന്നതിന്റെ താല്പര്യം അതാണ്. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലേക്ക് പിശാചിന്റെ ഷർറ് ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലൊക്കെ പിശാചിന്റെ ഷർറിനെ നമ്മൾ കരുതിയിരിക്കണം. ആ സമയത്ത് നമ്മൾ ദിക്റുകൾ ചെല്ലണം. അതുപോലെ നിസ്കാരത്തിലൊക്കെ അവൻ കയറും, നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിലും കൂടെ ഉണ്ടാവും, പിന്നെ എത്ര നിസ്കരിച്ചത് എന്നറിയില്ല. അങ്ങനെ പല രീതിയിൽ നിസ്കാരത്തിന്റെ ഇഖ്ലാസും അങ്ങനെ പലതും അങ്ങനെ പോകും. അതുപോലെ തന്നെ പിശാച് കടന്നു വരുന്ന മറ്റൊന്നാണ് ലവ് എന്ന്, അതായത് സംഭവിച്ചില്ലെങ്കിൽ, അങ്ങനെയായിരുന്നില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ അവനോട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവിടെ എത്തിയില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ചില വിഷയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോ നമ്മള് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നത് നമ്മളിങ്ങനെ ആത്മകഥം ചെയ്യും. ചിലപ്പോൾ ചിലരോട് പറയും, ഈ ലവ് സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഈ എങ്കിൽ എന്ന പറച്ചില് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ശൈലിയാണ്. അതിനെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഖളാവും ഖദറിനെയും എപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം, സംസാരവുമായി ബന്ധപ്പെടുത്തണം. ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ എന്ന് നമ്മൾ പറയണം എന്നാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി വേറൊരാൾക്ക് അങ്ങനെ സംഭവിച്ചത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളോട് പറയുന്നത് ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു അങ്ങനെ അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്, വമാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, വന്നില്ലെങ്കിൽ, പറഞ്ഞില്ലെങ്കിൽ എന്നൊന്നും പറയണ്ട. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, അത് ശൈത്താന്റെ പണിയാണ് പിന്നെ തുടങ്ങുക. അപ്പൊ നമ്മൾ പിന്നെ നന്ദില്ലാത്തവനാകും, അല്ലെങ്കിൽ പഠിച്ചവൻ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ അള്ളാഹുവിന്റെ നോടുള്ള റിളയിൽ നമുക്ക് സംശയം വരും, അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തോന്നും, ഇങ്ങനെ ഒരുപാട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ ആയില്ലെങ്കിൽ എന്ന ശൈലി ഇസ്ലാമികമല്ല. അതിനെ നബി തങ്ങൾ പിന്തിരിപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് പറയണം? ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്, തഖ്ദീർ അങ്ങനെയാണ്, അവൻ ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ എന്ന് പറയണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ ഇപ്പൊ പുതിയ സ്റ്റൈലായിട്ട് ബെല്ലിന് പകരം പഴയ ബെല്ലുണ്ടല്ലോ, കറണ്ടിന്റെ അല്ലാത്ത, ഇങ്ങനെ അമ്പലങ്ങളുടെ മുന്നിലൊക്കെ കാണുന്ന ആ മണിനാദം, നമ്മളിങ്ങനെ ബെല്ലടിക്കുന്ന ആ ബെൽ എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച ബെല്ലില്ലേ, ആ ബെല്ല്, അത് പിശാചിന്റെ സംഭവമാണെന്ന് ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. അൽ ജറസു മിസ്മാർ ഷൈത്താൻ, അത് ഷൈത്താന്റെതാണ്. അതുകൊണ്ട് അത്തരം സംഭവങ്ങളൊന്നും വീട്ടിലും മറ്റൊന്നും കെട്ടിത്തൂക്കരുത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പിശാച് ഉണ്ടാവും, രണ്ടാള് യാത്ര ചെയ്യുമ്പോഴും പിശാച് ഉണ്ടാവും, മൂന്നാള് യാത്ര ചെയ്യുമ്പോഴേ പിശാചിൽ നിന്നുള്ള ഷർ ഒഴിവാവുള്ളൂ. അറാക്കിബു ഷൈത്താനൻ വറാക്കിബു ഷൈത്താനാനി വസ്സലാസതു റക്ബുൻ വറക്ബു സലാസുൻ, അങ്ങനെയും കാണാൻ സാധിക്കും. അപ്പോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാളെങ്കിലും ഉള്ള ഒറ്റപ്പെട്ട യാത്രകൾ ഒഴിവാക്കുക. ഒറ്റപ്പെട്ടാണ് കൂടെ ആരെങ്കിലും നമ്മുടെ ആ വഴിയിലേക്ക് പോകുന്നതായിരുന്നു, ബസ് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ അധിക യാത്രകൾ. അങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും കൂടെ ആരെങ്കിലും കൂട്ടിയിട്ടാവണം അധിക യാത്രകളും ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കണം സാധിക്കുമെങ്കിൽ. അല്ലാത്ത സാഹചര്യങ്ങൾ ഒരുപാട് ഇന്നത്തെ സാഹചര്യത്തിൽ വരുന്നു. അപ്പൊ അതിലൊക്കെ പിശാചിന്റെ ഷർ ഉണ്ടാവും. നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും യാത്ര പുറപ്പെടുമ്പോഴും ഒക്കെ ഉള്ള അള്ളാഹുവിനെ എഴുതിപ്പിക്കാൻ അളില്ല ഉളല്ല വസില്ല ഉസല്ല എന്ന ദുആകളൊക്കെ ചൊല്ലി റബ്ബിൽ കാവലേൽപ്പിച്ച് എല്ലാം റബ്ബിലേൽപ്പിച്ചാണ് പുറപ്പെട്ട അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. അള്ളാഹു ആ രീതിയിൽ നമ്മയൊക്കെ സംരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് ഓതിയാലും പിശാച് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും എന്താ സുജൂദ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. ചില മദ്ഹബിലൊക്കെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്, സാഹിദിന്റെ സുജൂദ് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത്, കാരണം ആ സമയത്തുള്ള സുജൂദിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നാണ്. ആ സമയത്ത് ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞതുപോലെ പിശാച് പറയും, ഈ ഒരു സുജൂദ് ഒഴിവാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ നരകത്തിലായത്, ഈ ഒരു സുജൂദ് കൊണ്ടാണല്ലോ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നത്, വല്ലാത്തൊരു വ്യത്യാസം എന്ന് പിശാച് വളരെയധികം സങ്കടത്തോടുകൂടി പറയുന്ന ഒരു ഘട്ടമാണ് ആയത്ത് കേൾക്കുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന സുജൂദ്. അപ്പൊ അതുകൊണ്ട് ആ സുജൂദ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, സജദയുടെ സുജൂദ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് വലിയ പിശാചിനെ ദുഃഖിപ്പിക്കുന്നു. പിശാചിനെ നമ്മൾ അവന്റെ ശക്തി തകർക്കണം. ഇവന്റെ അടുത്തൊന്നും ചെലവാവില്ല എന്ന് പിശാചിന് തോന്നണം. അങ്ങനെ പിശാചിന്റെ റജാകളെ നമ്മൾ ഹയ്യബ് റജാഹു എന്ന് പറയുന്നത്, പിശാചിന്റെ തമ്മിലുള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ചു കൊടുക്കണം. ഒരു നിലക്കിന്റെ അടുത്ത് എന്റെ കാര്യങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് തോന്നിപ്പിക്കണം. അങ്ങനെ ആവുമ്പോൾ പിശാച് ക്രമേണ നമ്മിൽ നിന്ന് അവന് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. എന്നാലും നമ്മൾ കഴിയുന്ന പരമാവധി നമ്മുടെ കരുത്ത്, അതാണ് എന്നെ കൈത ശൈത്വാനിക്കാന ലഈഫ എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. നമ്മൾ സ്ട്രോങ് ആവുമ്പോഴാണ് അത് ലഈഫായിട്ട് മാറല്ല. നമ്മളിങ്ങനെ ലഈഫ എന്നല്ലേ, അതുകൊണ്ട് നമ്മളിനി സ്ട്രോങ് ആവണ്ട എന്നല്ല എന്റെ അർത്ഥം. നിങ്ങൾ പവർഫുൾ ആണെങ്കിൽ എന്ന ധ്വനിയാണ് ആ ആയത്തിന്റെ വിവക്ഷയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ നിസ്കാരത്തില് സ്വഫുകൾ കൃത്യമായി നിന്നില്ലെങ്കിൽ അവിടെ പിശാച് വരും. നിങ്ങൾ സ്വഫുകൾ സമമായി നിൽക്കുക. അല്ലാഹു ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഇടയിൽ അല്ലെ, നിങ്ങൾക്കിടയിലൂടെ ചേർന്ന് നിന്നില്ലെങ്കിൽ, സ്വഫ് ശരിയായി നിന്നില്ലെങ്കിൽ അതിന്റെ ഇടയിലൂടെ പിശാച് കടന്നു വരും എന്നൊക്കെ സഹിഹായ ഹദീസിൽ കാണാൻ സാധിക്കും നിസ്കാരത്തില്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോഴും പിശാച് വരും, അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുമ്പോഴും പിശാച് പിന്തിരിപ്പിക്കാൻ വരും. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഇനി ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരന് നേരെ നമ്മൾ ഒരിക്കലും വാളോങ്ങരുത്. തമാശയിൽ പോലും വാള് എന്നുള്ളത് ആയുധങ്ങളായൊന്ന് കത്തികൊണ്ട് അല്ലെങ്കിൽ തോക്കുകൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടൊന്നും സുഹൃത്തിന്റെ നേരെ ചൂണ്ടാൻ പാടില്ല. ആ സമയത്ത് പിശാചിന് ഭയങ്കര ആവേശമായിരിക്കും. ചിലപ്പം പിശാച് എങ്ങനെയെങ്കിലും ആ ഒരു തള്ളിച്ചയിലോ അറിയാതെ അവന്റെ നെഞ്ചത്തോ കഴുത്തിലോ കൊണ്ട് അവർ മരണപ്പെടാനും അങ്ങനെ അത് കാരണം നീയും നരകത്തിൽ പോകാൻ കാരണമാകും. അതുകൊണ്ട് നിന്റെ ലാ യുശ്ർ അഹദുക്കും ഇലാ അഖീഹി ബിസ്സിലാഹി ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്താന യൻസിഉ ഫീ യദിഹി ഫയഖഉ ഫീ ഹുഫ്റത്തിൻ മിനൻ നാർ. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. അത് പിശാച് കടന്നു വരുന്ന രീതിയാണ്. ഇങ്ങനെ സ്ത്രീകളുടെ ഔറത്ത്, പുരുഷന്മാരുടെ ഔറത്ത്, കണ്ണിന് ഒരുപാട് ആ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിനൊക്കെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിനോളം പിശാചിന് ദേഷ്യമുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എല്ലാ നമ്മുടെ ഇബാദത്തിന്റെയും നമ്മുടെ പവർ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മൾ രാവിലെ വൈകുന്നേരം അത് 100 തവണ ചെല്ലൽ സുന്നത്താണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി എന്ന് 100 തവണ രാവിലെയും വൈകുന്നേരവും ചെല്ലൽ സുന്നത്താണ്. അപ്പൊ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ എനിക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുകയില്ല എന്ന് പിശാച് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അവരുടെ അജ്സാദുകളും മർവാഹുകളും ഒക്കെ എന്താണ് ഇസ്തിഗ്ഫാറിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവരിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് പിശാച് പറഞ്ഞതായി സഹിഹായ ഹസനായ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ പിശാചിന്റെ ശർറിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട ഓരോ സന്ദർഭങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അതുകൊണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോ നമുക്കൊക്കെ അറിയുന്നതാണ് പലതും. നമ്മൾ അതിനൊക്കെ ഇബാദത്ത് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നേരിടാൻ ശ്രമിക്കുക. കേവലം മുസ്ലിമായി അല്ലെങ്കിൽ നമ്മളൊക്കെ നമസ്തക്കാരാന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് മാത്രം പിശാചിന്റെ ശർറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ഇബാദത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ അല്ലെങ്കിൽ ഓരോ സമയത്തും ചൊല്ലിയിരിക്കേണ്ട
ദിക്റുകള് അതാവട്ടെ നമ്മുടെ കവചം. അതാണ് ഹിസ്നുൽ മുഅ്മിൻ എന്ന് പറയുന്നത്. മുഅ്മിന്റെ കവചം എന്ന് പറയുന്നത് അദ്കാറുകളാണ്. അതുകൊണ്ട് അദ്കാറിലേക്ക് മടങ്ങുക. പിശാചിന്റെ വഴികളിൽ നിന്ന്, അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മുടെ നഫ്സിനെ, നമ്മുടെ ചിന്തകളെ, പ്രവർത്തനങ്ങളെ നമ്മൾ മോചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇഖ്ലാസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ അബ്ദുൽ ബാരി ഹുദവി ഉസ്താദ്. വളരെ മനോഹരമായി ഇന്നത്തെ ബുശ്റാക്കുമുൽ യൗം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. തീർത്തും വളരെ വ്യത്യസ്തമായൊരു വിഷയം, അറിഞ്ഞിരിക്കേണ്ട, ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വിഷയം. പിശാച് വരുന്ന വഴികൾ വളരെ കൃത്യമായി ജീവിതത്തെ അടുക്കും ചിട്ടയോടെയും കൂടി കൊണ്ടു നടക്കണം എന്ന മനോഹരമായ ആശയം മുന്നോട്ട് വെച്ചു ഉസ്താദ് അവർ വളരെ മനോഹരമായി വിഷയാവതരണം നടത്തി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും മൈക്കിൽ നിൽക്കുന്നില്ല. ആബിദ് തങ്ങൾ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, പിശാചിന്റെ വഴികളെ ഇല്ലാതാക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ, പിശാചില്ലാതിരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉസ്താദ് അവർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ ജനനം മുതൽ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മനുഷ്യനെ ഒന്ന് വഴിതെറ്റിക്കണം, അല്ലെ? എന്ന് മുതൽ തുടങ്ങി ഖാല റബ്ബുക ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതു മുതൽ ഒരുപാട് കാര്യങ്ങൾ പിശാചിനെ കുറിച്ച്, പിശാച് മനുഷ്യരായ നമ്മളെ എല്ലാവരെയും ഒതുക്കി നിർത്താൻ, അവന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലം മഅഹദിലേക്കും യാ ബനി ആദം എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ആയത്തിലൂടെ അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താന് ഇബാദത്ത് എടുക്കാതിരിക്കാൻ വേണ്ടി, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് തീർച്ചയായും വലിയ ശത്രുവാണ്, നിങ്ങളുടെ വലിയ വർഗശത്രുവാണ് പിശാചി എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല